ഓക്കെ, ഇപ്പോൾ ലാസ്റ്റിൽ നമ്മൾ നിർത്തിയത് പാർട്ട്ണർഷിപ്പിലെ ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷനാണ്. അപ്പോൾ അതിൽ ഞാൻ പറഞ്ഞ ഐറ്റംസ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്യാപിറ്റൽ അക്കൗണ്ട്സിൽ ഓപ്പണിംഗ് ഫിക്സഡ് സിസ്റ്റവും ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടെക്സ്റ്റിലെ ഓർഡർ അനുസരിച്ചിട്ട് നമുക്ക് ആദ്യം ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റമാണ്. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ നമ്മൾ സിംഗിൾ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യുക. ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ടാണ് പ്രിപ്പറേഷനിൽ വരിക. അതിലെല്ലാ ഐറ്റംസും വരും, ക്യാപിറ്റലിൽ വരുന്ന എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും. അതാണ് ഈ രണ്ട് സിസ്റ്റവും തമ്മിലുള്ള ഡിഫറൻസ്. ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ ക്യാപിറ്റലായിട്ടുള്ള എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും, ഡ്രോയിങ്സ്, പ്രോഫിറ്റ്, ലോസ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം തന്നെ ഒരു അക്കൗണ്ടിൽ വരുമ്പോൾ അത് ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റം. ഓപ്പണിംഗ് ബാലൻസിന് മാത്രമായിട്ട് ഒരു ക്യാപിറ്റൽ അക്കൗണ്ടും ബാക്കി അഡ്ജസ്റ്റ്മെൻറ്റ്സ് വിത്ത് ദ ക്യാപിറ്റൽ ആർ ഷോൺ ഇൻ ദ കറണ്ട് അക്കൗണ്ട്സ്, എ സെപ്പറേറ്റ് അക്കൗണ്ട് വിച്ച് ഈസ് ഓപ്പൺഡ് ഇൻ അഡീഷൻ ടു ദ ക്യാപിറ്റൽ അക്കൗണ്ട്, ദാറ്റ് ഈസ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അതാണ് നമ്മൾ രണ്ട് സിസ്റ്റം പറഞ്ഞത്, കഴിഞ്ഞ ക്ലാസ്സിലെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നമ്മളിപ്പോൾ തുടങ്ങുന്നത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നിന്നുള്ള പ്രോബ്ലംസാണ്. അപ്പോൾ അതിൽ പേജ് നമ്പർ 71 ഇലസ്ട്രേഷൻ 1 ഞാനിവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ടെക്സ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പേജ് എടുത്തു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഇവിടെ ഞാൻ നോട്ട് ചെയ്യുന്നില്ല, അത്രയും ടൈം നമുക്ക് സേവ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് പേജ് നമ്പർ അത് ക്വസ്റ്റ്യൻ എടുത്തു കഴിഞ്ഞാൽ ലാസറിൻ്റെ ബുക്ക്, PK ലാസറിൻ്റെ ബുക്കാണ്. PK ലാസർ ആൻഡ് സുരേഷ്, അതിലെ അക്കൗണ്ടൻസി പാർട്ട് 2-ലെ 1ാമത്തെ ബുക്കിലാണ്. അതിലെ പേജ് നമ്പർ 71. അതിൻ്റെ ഓതർ PK ലാസറിൻ്റെ ബുക്കാണ്. ലാസർ, സുരേഷ്, ഈ രണ്ട് പേരാണ് അതിൻ്റെ ഓതേഴ്സ്. ആ ബുക്കിൽ ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതിൽ 71 പേജ് നമ്പർ എടുത്താൽ നമുക്ക് അതിൽ ഈ ക്വസ്റ്റ്യൻ കാണാം. അപ്പോൾ അതിൽ പറഞ്ഞുള്ള രമേഷ് ഈസ് എ പാർട്ട്ണർ ഇൻ ദ ഫേം എക്സൽ ഏജൻസീസ്. ഓൺ 1st January 2016 രമേഷ് ഹാഡ് എ ബാലൻസ് ഓഫ് 1,80,000 ഇൻ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ 1st January 2016 ആണ് നമ്മൾ ഡേറ്റ്. അപ്പോൾ ഡേറ്റ് കോളം ഉണ്ടാവണം, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. ഇതാണല്ലോ ഒരു ലെഡ്ജർ അക്കൗണ്ടിൻ്റെ ഫോർമാറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് തന്നെ ഇവിടെയും നമ്മൾ പ്രൊവൈഡ് ചെയ്യുക. ഇവിടെയും ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതിൽ 1st January 2016 രമേഷ് ഹാഡ് എ ബാലൻസ് ഓഫ് 1,80,000 എന്നാണ്. അപ്പോൾ 1,00,000 1st January 86-ലാണ്, 1st January 2016. ഓക്കെ, രമേഷ് ഹാഡ് എ ബാലൻസ് ഓഫ് 1,80,000 എന്നാണ്. ബാലൻസ് ഓഫ് 1,80,000 എന്ന് പറയുമ്പോൾ ഓപ്പണിംഗ് ബാലൻസ്, ഇറ്റ്സ് എ ഗോയിങ് കൺസേൺ, ഒരു റണ്ണിങ് ബിസിനസ്സാണ്. അപ്പോൾ അവർ ബാലൻസ് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. ഓപ്പണിംഗ് ഡേറ്റിൽ നമുക്ക് ഏത് ബാലൻസ് ആണോ ഉള്ളത്, ദറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ്. അപ്പോൾ അത് ഓപ്പണിംഗ് ബാലൻസ് ആയിട്ടാണ് കാണിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ടിലെ ഓപ്പണിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. അതാണ് തന്നിട്ടുള്ളത് 1,80,000. ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് എപ്പോഴും ക്രെഡിറ്റ് ബാലൻസ് ആയിരിക്കും. കാരണം ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ലയബിലിറ്റിയാണ്. എല്ലാ ലയബിലിറ്റികളും ക്രെഡിറ്റ് ബാലൻസാണ് കാണിക്കുക. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ക്രെഡിറ്റ് ആയിട്ടാണ് ആ ബാലൻസ് വരേണ്ടത് ക്യാപിറ്റൽ അക്കൗണ്ടിൽ. അപ്പോൾ ഇറ്റ് ഹാസ് എ ബാലൻസ് ഓൺ സോ ആൻഡ് സോ ഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, ക്യാപിറ്റൽ ലയബിലിറ്റി ആയതുകൊണ്ട് ക്രെഡിറ്റ് ബാലൻസ് ആണ്. അതാണ് 1,80,000. പിന്നെന്താണ് പറയണത്, ഡ്യൂറിങ് 2016 he withdrew 24,000 ഫോർ പേഴ്സണൽ പർപ്പസ്. ആ 2016 എന്ന് പറയുന്ന വർഷം പേഴ്സണൽ പർപ്പസിന് വേണ്ടി അയാൾ വിഡ്രോ ചെയ്തു. പേഴ്സണൽ പർപ്പസിന് വിഡ്രോ ചെയ്യുന്ന എമൗണ്ടിനെയാണ് ഡ്രോയിങ്സ് എന്ന് പറയുക. അങ്ങനെ വിഡ്രോ ചെയ്യുമ്പോൾ അത് ക്യാപിറ്റലിനെ എന്ത് ചെയ്യുന്നു, റെഡ്യൂസ് ചെയ്യുന്നു. ഓൾ ഐറ്റംസ് വിച്ച് റെഡ്യൂസ് ദ ക്യാപിറ്റൽ ആർ ഡെബിറ്റഡ്. അപ്പോൾ അതുകൊണ്ട് ടു ഡ്രോയിങ്സ്, ആ എമൗണ്ടാണ്
ഇറ്റ് ഈസ് 24,000. അപ്പോൾ നോക്കുക, ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഓപ്പണിംഗ് ബാലൻസ് എഴുതി, ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്തു. ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യാൻ കാരണം ഡ്രോയിങ്സ് റിഡ്യൂസ് ദ ക്യാപിറ്റൽ, അതുകൊണ്ട് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യുന്നു. ഓൾ ഐറ്റംസ് വിച്ച് ഇൻക്രീസ് ദ ക്യാപിറ്റൽ ആർ ക്രെഡിറ്റഡ്, ഓൾ ഐറ്റംസ് വിച്ച് റിഡ്യൂസ് ദ ക്യാപിറ്റൽ ആർ ഡെബിറ്റഡ്. ഇതാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും മനസ്സിലുണ്ടാവേണ്ട കാര്യം. അപ്പോൾ ഇത് ഓപ്പണിംഗ് ബാലൻസ് ആണ്. ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് നമ്മൾ ബിസിനസ് തുടങ്ങുക. അത് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ വന്നാൽ, ഇനിയിപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ പറയാണ് രമേഷ് ഈസ് എ പാർട്ട്ണർ ഇൻ ദ ഫേം ആൻഡ് ദേ സ്റ്റാർട്ടഡ് ദ ബിസിനസ്, എ ആൻഡ് ബി ആർ പാർട്ട്നേഴ്സ് ഇൻ എ ഫേം, ദേ കമൻസ്ഡ് ബിസിനസ് എന്ന് പറഞ്ഞ് തുടങ്ങുകയാണെങ്കിൽ ഓപ്പണിംഗ് ബാലൻസ് അല്ല വരിക. റണ്ണിങ് ബിസിനസ് ആകുമ്പോഴാണ് ഓപ്പണിംഗ് ബാലൻസ് വരിക. അല്ലെങ്കിൽ അത് ഓപ്പണിംഗ് ബാലൻസിന് പകരം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ എൻട്രി എന്താണ്? ക്യാഷ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ. ആ എൻട്രിയാണ് പോസ്റ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ ക്യാഷ് എന്നാണ് പോസ്റ്റിംഗ് വരിക. ഇതിലേതെങ്കിലും ഒരു രീതിയിലായിരിക്കും ക്യാപിറ്റൽ അക്കൗണ്ട് തുടങ്ങുക. ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് റിഡ്യൂസ് ദ ക്യാപിറ്റൽ. ഹിസ് പ്രോഫിറ്റ് ഫോർ ദ ഇയർ ഈസ് 36,000. പ്രോഫിറ്റ് 36,000 ആണ്. പ്രോഫിറ്റ് ഈസ് ആൻ ഐറ്റം വിച്ച് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. ഞാൻ പറഞ്ഞ നിയമം ഓർത്താൽ മതി. All items which increase the capital are credited, all items which reduce the capital are debited. അപ്പോൾ ഇത് ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റമാണ് പ്രോഫിറ്റ്. സോ ഇറ്റ് ഈസ് ബൈ പ്രോഫിറ്റ്. ഇതാണ് എത്രയാണ് എമൗണ്ട്? 36,000. Prepare his capital account bracket fluctuating capital and ascertain the capital balance on 31st December. ഇതാണ് ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ 31st December എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ക്ലോസിംഗ് ഡേറ്റ്. ദിസ് ഈസ് ദ ഓപ്പണിംഗ് ഡേറ്റ്. ഈ വർഷം ഉണ്ടായ ഡ്രോയിങ്സും പ്രോഫിറ്റുമാണ്. അത് ഒരു കൊല്ലമായിട്ട് ഉണ്ടായിട്ടുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ എഴുതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബാലൻസ് കാണാം. അപ്പോൾ ഇവിടെ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് ദ പ്രോഫിറ്റ്. ആ ഒരു പാർട്ട്ണറുടെ എമൗണ്ട് മാത്രമാണ് നമുക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ രമേഷ് എന്ന് പറയുന്ന ആളുടെ മാത്രമാണ്. അപ്പോൾ രമേഷ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. അത് എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഐറ്റംസ് എഴുതുമ്പോൾ ഒരൊറ്റ കാര്യം ഞാൻ റിപ്പീറ്റ് ചെയ്യുകയാണ്. ഓൾ ഐറ്റംസ് വിച്ച് ഇൻക്രീസ് ദ ക്യാപിറ്റൽ ക്രെഡിറ്റഡ്, ഡിക്രീസ് ക്യാപിറ്റൽ ദീസ് ഐറ്റംസ് ആർ ഡെബിറ്റഡ്. അപ്പോൾ ഇവിടെ എക്സാമ്പിൾസ് ഇപ്പോൾ നമുക്ക് കിട്ടി. ഡ്രോയിങ്സ്, ഇനി അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ് ഉണ്ടാവുകയാണെങ്കിൽ ലോസ്, അതൊക്കെയാണ് ഡെബിറ്റ് സൈഡിൽ വരിക. ക്രെഡിറ്റ് സൈഡിലാണെങ്കിൽ ഓൾ ഐറ്റംസ് വിച്ച് ഇൻക്രീസ്, പ്രോഫിറ്റ്, ഇതൊക്കെ എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, സാലറി അലൗഡ് ടു പാർട്ട്നേഴ്സ്, ഇതൊക്കെ അവർക്ക് കിട്ടേണ്ടതാണ്. സോ ഇറ്റ് ഇൻക്രീസ് ദെയർ ക്യാപിറ്റൽ, സോ ക്രെഡിറ്റഡ്. ഇവിടെ അതൊന്നുമില്ല, ഇത്രയേ ഉള്ളൂ. നമ്മൾ ബാലൻസ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രെഡിറ്റ് സൈഡ് കൂടുന്നു, അത് ടോട്ടൽ ചെയ്യുക. സോ ടോട്ടൽ ഈസ് 2,16,000. 1,80,000 പ്ലസ് 36, 2,16,000 നമ്മൾ ബാലൻസ് ചെയ്തു. ബാലൻസ് ചെയ്യുമ്പോൾ ബാലൻസ് കിട്ടുന്നു 2,60,000 മൈനസ് 24,000, 1,92,000. ഇത് 31st December 2016 ബാലൻസ് ആണ്. 2016 31st Decemberനാണ് ക്ലോസിംഗ് ബാലൻസ് കാണേണ്ടത്. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കിയാൽ കാണാം. പ്രിപ്പയർ ഹിസ് ക്യാപിറ്റൽ അക്കൗണ്ട് ആൻഡ് അസർട്ടൈൻ ദ ക്യാപിറ്റൽ ബാലൻസ് ഓൺ 31st December 2016. അപ്പോൾ അന്നാണ് ക്ലോസിംഗ് ബാലൻസ്. ഈ ഡ്രോയിങ്സ് ഒക്കെ നമുക്ക് ഈ 31st December തന്നെ കാണിക്കാം. കാരണം ഒരു വർഷം കഴിയുമ്പോഴാണ് ആ വർഷത്തെ ടോട്ടൽ ഡ്രോയിങ്സ് നമുക്ക് എഴുതാൻ പറ്റുള്ളൂ. അതുപോലെ പ്രോഫിറ്റും നമുക്ക് ഡിസംബറിൽ കാണിക്കാം. കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് ആ പ്രോഫിറ്റിന് അറിയുന്നത്. അപ്പോൾ ഒരു വർഷം അവസാനിക്കുന്ന ദിവസം ടോട്ടൽ പ്രോഫിറ്റ് ക്രെഡിറ്റ് ചെയ്തു, ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്തു. ക്ലോസിംഗ് ബാലൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടു ബാലൻസ് ക്യാരിഡ് ഡൗൺ. ഇങ്ങനെയാണ് നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് വി പ്രിപ്പയർഡ് എ ക്യാപിറ്റൽ അക്കൗണ്ട് ഷോയിങ് ഓൾ ദ ഐറ്റംസ്. മനസ്സിലായില്ലേ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് ചെയ്തതിന് ശേഷം നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യണം. വെറുതെ നോക്കി കൊണ്ട് കാര്യമില്ല. ബുക്ക് എടുത്തിട്ട് ഈ ക്വസ്റ്റ്യൻ എടുക്കുക, അതെടുത്തിട്ട് ഈ ചെയ്ത് നോക്കുക, ഈ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിക്കുക, എന്നിട്ട് സ്വന്തം ഇത് ചെയ്ത് നോക്കുക.
എപ്പോൾ സ്വന്തമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോബ്ലം അപ്പോഴേ നമ്മൾ അതിന് കോൺഫിഡൻ്റ് ആവുള്ളൂ. അതുകൊണ്ട് വെറുതെ നോക്കി എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. യു ഹാവ് ടു വർക്ക് ഔട്ട് യുവർ സെൽഫ്. ഒരു നോട്ട്ബുക്ക് ഉണ്ടായിരിക്കണം, അതിൽ ഇത് കൃത്യമായിട്ട് ചെയ്ത് പഠിക്കുക അക്കൗണ്ടൻസി. എന്നാലേ നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. ലെറ്റ് us go to the next question. Anand and Balan entered into partnership contributing 50,000 and 30,000 respectively. ആനന്ദും ബാലൻ എന്ന് പറയുന്നത് രണ്ട് പാർട്ട്നേഴ്സാണ്. അവർ ഒരു ബിസിനസ്സിലേക്ക് വന്നു, എൻ്റർ ചെയ്തു വെച്ചാൽ തുടങ്ങി എന്നർത്ഥം. 50,000 30,000 ആണ് ഓരോരുത്തരുടെ ക്യാപിറ്റൽ. ദ ഡിസൈഡഡ് ടു ഷെയർ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:1. രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്, ഇപ്പോൾ പാർട്ട്ണർഷിപ്പിൽ പ്രോഫിറ്റ് ഷെയർ ചെയ്യണം. സോ ഡെഫിനറ്റ്ലി ദർ ഷുഡ് ബി എ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ഫോർ ദാറ്റ്, ആൻഡ് ദാറ്റ് ഈസ് 2:1 ഹിയർ. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 പെർ ആനം. ഒരു വർഷം 5,000 രൂപ സാലറി ഉണ്ട്. അത് ആനന്ദ് എന്ന് പറയുന്ന പാർട്ട്ണർക്ക്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 6%, അത് രണ്ടാൾക്കുണ്ടാവും. ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ അതും തന്നിട്ടുണ്ട്. 31 December 2015, 6,000 and 5,000. That is the drawings for the year ended. Then interest on drawings 300 and 200 for both partners. The profits of the firm after providing Anand's salary and interest on capital and taking into account interest on drawings were 15,000. ഇതൊക്കെ കൺസിഡർ ചെയ്തതിന് ശേഷമുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. ആഫ്റ്റർ പ്രൊവൈഡിങ് ആനന്ദ് സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ആൻഡ് ടേക്കിംഗ് ഇൻ ടു അക്കൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇതാണ് നമുക്ക് തന്നുള്ള പ്രോഫിറ്റും തന്നിട്ടുണ്ട്. അതായത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ആനന്ദിന് സാലറി ഉണ്ട്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അലൗഡ് ആണ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഉണ്ട്. ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ട് അവർ പ്രോഫിറ്റ് കണ്ടുപിടിച്ചു. ആ പ്രോഫിറ്റാണ് 15,000. അതങ്ങനെ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ തന്നിട്ടുള്ള 15,000 പ്രോഫിറ്റ് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ്. ഡിവിസിബിൾ പ്രോഫിറ്റ് ആണെങ്കിൽ പിന്നെ നമുക്കത് നേരെ ഷെയർ ചെയ്തെടുക്കാം. നേരെ മറിച്ച് അവർ പറയുകയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും സാലറിയും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റ് ആണെന്ന് പറയുകയാണ്. ഇഫ് ഇറ്റ് ഈസ് സപ്പോസ് പ്രോഫിറ്റ് ബിഫോർ പ്രൊവൈഡിങ് ദ the interest on capital and all other items, then we have to find out the divisible profit. ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടിട്ട് വേണം ഷെയർ ചെയ്യുന്നത് തീരുമാനിക്കാൻ. അപ്പോഴേ നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ട് റിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ദിസ് ഈസ് ആഫ്റ്റർ പ്രൊവൈഡിങ് ഓൾ ദീസ് ഐറ്റംസ്. അപ്പോൾ ആഫ്റ്റർ പ്രൊവൈഡിങ് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ട് പ്രോഫിറ്റ് തന്നിട്ടുണ്ട്, അത് ഷെയർ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെയുള്ള ഐറ്റംസ് എന്ന് പറയുന്നത് അവർ തുടങ്ങുന്ന ക്യാപിറ്റൽ, പിന്നെ ആനന്ദിനുള്ള സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇതൊക്കെയാണ് നമുക്ക് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് കാണിക്കേണ്ടത്. അപ്പോൾ ഇവിടെ നമുക്ക് കാണിക്കുമ്പോൾ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. ഈ ഫേമിൽ രണ്ട് പാർട്ട്നേഴ്സ് ഉണ്ട്. രണ്ട് പാർട്ട്നേഴ്സ് എന്ന് പറയുന്നത് ആനന്ദ് ആൻഡ് ബാലൻ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് കോളംനാർ ഫോമിൽ പ്രിപ്പയർ ചെയ്യണം. ഇങ്ങനെ വരുമ്പോൾ കോളംനാർ ഫോമിൽ പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ പാർട്ട്ണർക്കും ഓരോ എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് കോൾഡ് കോളംനാർ ഫോം. ഓരോ പാർട്ട്നേഴ്സിനും ഓരോ കോളം പ്രൊവൈഡ് ചെയ്യുക, എമൗണ്ട് കോളം പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് കോളംനാർ ഫോം. മനസ്സിലായി? പേരിനെ കുറിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അത്രയും ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുമ്പോൾ നമുക്ക് നോക്കുക എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്? രണ്ട് പാർട്ട്നേഴ്സ്. അപ്പോൾ രണ്ട് എമൗണ്ട് കോളം വേണം. ആനന്ദ്, ബാലൻ, അങ്ങനെ രണ്ട് പാർട്ട്നേഴ്സാണ്. അപ്പോൾ രണ്ട് പാർട്ട്നേഴ്സ്, രണ്ട് എമൗണ്ട് കോളം. ദിസ് ഈസ് ദ നോർമൽ പർട്ടിക്കുലേഴ്സ്. ഞാൻ ഡേറ്റ് കോളം ഉണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഡേറ്റ് കോളം ഇവിടെ ഉണ്ട്. ഞാനത് വളരെ ബോർഡിലെ സ്ഥലപരിമിതി കാരണം ഞാനത് വളരെ ചെറുതാക്കി വരയ്ക്കുകയാണ്. നിങ്ങൾ സാധാരണ നമ്മൾ ഡേറ്റ് കോളം വരയ്ക്കാവുന്ന രീതിയിൽ വരയ്ക്കണം. ഇവിടെ സ്ഥലപരിമിതി കൊണ്ട് ഞാനിങ്ങനെ ചുരുക്കി വരയ്ക്കുകയാണ്. അപ്പോൾ ഇവിടെ ഡേറ്റ്, പർട്ടിക്കുലേഴ്സ്,
ആനന്ദ്, ബാലൻ. ഇതാണ് രണ്ട് പാർട്ട്നേഴ്സ്. നമ്മൾ ക്യാപിറ്റൽ അക്കൗണ്ട് കോളംനാർ ഫോമിൽ പ്രിപ്പയർ ചെയ്യും. അപ്പോൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് they entered into a partnership contributing 50,000 and 30,000 respectively. Entered into partnership means they are just beginning. മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനെ ബിഗിനിങ് എന്ന് പറയുമ്പോൾ ഒരു കമൻസ്ഡ് ബിസിനസ് എന്നാണ്. അപ്പോൾ നമുക്ക് കമൻസ്ഡ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് ടു ക്യാപിറ്റൽ ഡേറ്റ് പറഞ്ഞിട്ടുണ്ടോ നോക്കുക. മനസ്സിലായില്ലേ? അവിടെ ഫോർ ദ ഇയർ എൻഡിങ് 31 ഡിസംബർ ആണ് ഐറ്റംസ് തന്നുള്ളത്. അപ്പോൾ മിക്കവാറും നമ്മൾ തുടങ്ങുന്ന ദിവസം എന്ന് പറയുന്നത് 1 ജാനുവരി 2015 ആണ്. മനസ്സിലായില്ലേ? അപ്പോൾ അത് ആ ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ ഡേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ എഴുതാം. 2015 ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നു പറയുമ്പോൾ ബൈ ക്യാഷ് എന്നാണ് എൻട്രി വരിക. നേരത്തെ പ്രോബ്ലത്തിൽ നമ്മൾ ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ എന്നാണ് കാണിച്ചത്. ബിക്കോസ് അവിടെ നമ്മളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നത് രമേഷ് ക്യാപിറ്റൽ ഹാഡ് എ ബാലൻസ് ഓഫ് ഇത്ര രൂപ എന്നാണ് പറഞ്ഞിരുന്നത് ഓൺ 1 ജാനുവരി 2015. ഇവിടെ അതല്ല പറഞ്ഞുള്ളത്. ദേ എൻറ്റേഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് എന്നാണ് പറയുന്നത്. അപ്പോൾ എൻറ്റേഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ് എന്ന് പറയുമ്പോൾ അവർ ജസ്റ്റ് ബിഗിനിങ് ദ പാർട്ട്ണർഷിപ്പ്, കമൻസിങ് ദ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ തുടങ്ങുമ്പോൾ മൂലധനം കൊണ്ടുവരുന്നു. ക്യാപിറ്റൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ എൻട്രി ക്യാഷ് അക്കൗണ്ട് അറ്റഡ് ടു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ. അപ്പോൾ ഓരോരുത്തരുടെ എമൗണ്ടും ഓരോരുത്തരുടെ കോളത്തിൽ എഴുതുക. അതിനാണ് ഓരോ പാർട്ട്ണർക്കും. അല്ലെങ്കിൽ നമ്മൾ ഓരോ ക്യാപിറ്റൽ അക്കൗണ്ട് റിപ്പീറ്റ് ചെയ്ത് വരച്ച് എഴുതേണ്ടി വരും. അപ്പോൾ ടൈം നമുക്ക് കൂടുതൽ നഷ്ടപ്പെടും. അപ്പോൾ അത് ഒഴിവാക്കാനാണ് ഈ എൻട്രി. ആനന്ദ് 50,000 ആൻഡ് ബാലൻ 30,000. ദിസ് ഈസ് ദെയർ ഇനീഷ്യൽ ക്യാപിറ്റൽ അല്ലെങ്കിൽ ഒറിജിനൽ ക്യാപിറ്റൽ. ദേ ഡിസൈഡഡ് ടു ഷെയർ ദ പ്രോഫിറ്റ്സ് ഇൻ ദ റേഷ്യോ 2:1. പ്രോഫിറ്റ് ഷെയർ റേഷ്യോ നമുക്ക് ആവശ്യമാണ്, കാരണം ലാഭം വീതിക്കുന്ന സ്റ്റേജ് വരുമ്പോൾ. അപ്പോൾ അത് നമ്മൾ മനസ്സിൽ വെച്ചേക്കുക. ആനന്ദ് വാസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 പെർ ആനം. അപ്പോൾ സാലറി ആനന്ദിന് പ്രൊവൈഡ് ചെയ്യണം. ആനന്ദിനാണ് സാലറി കൊടുക്കുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. സാലറി എന്ത് ചെയ്യണം? ഡെബിറ്റ് ചെയ്യണോ ക്രെഡിറ്റ് ചെയ്യണോ? സാലറി ഞാൻ നേരത്തെ പറഞ്ഞു. അതിൻ്റെ അങ്ങനെ ഒരു ഐറ്റം വരുമ്പോൾ അത് എവിടെ എഴുതണം എന്നുള്ള കൺഫ്യൂഷൻ ഒഴിവാക്കാൻ ഞാൻ പറഞ്ഞ തത്വം മനസ്സിലാക്കി വയ്ക്കുക. എന്താണ്? ഓൾ ഐറ്റംസ് വിച്ച് ഇൻക്രീസ് ദ ക്യാപിറ്റൽ ആർ ക്രെഡിറ്റഡ്, ഓൾ ഐറ്റംസ് വിച്ച് റെഡ്യൂസ് ദ ക്യാപിറ്റൽ ആർ ഡെബിറ്റഡ്. അപ്പോൾ സാലറി ആ പാർട്ട്ണർക്ക് കിട്ടേണ്ടതാണ്. സോ ഇറ്റ് ഇൻക്രീസ് ഹിസ് ക്യാപിറ്റൽ. ആരുടെ? ആനന്ദ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 5,000 പെർ ആനം എന്നാണ്. അപ്പോൾ ഇൻക്രീസിങ് ഐറ്റം ആണ്, ക്രെഡിറ്റ് ചെയ്യണം. ദിസ് ഈസ് ദ ക്രെഡിറ്റ് സൈഡ് ആൻഡ് ദിസ് ഈസ് ദ ഡെബിറ്റ് സൈഡ്. അപ്പോൾ ബൈ സാലറി ആനന്ദിനാണ് സാലറി എത്രയാണ്? 5,000 പെർ ആനം. ബാലന് സാലറി ഇല്ല. Interest on capital was to be provided at 6%. Interest on capital, again it is increasing the capital. അപ്പോൾ interest on capital അത് പെർസെൻറ്റേജ് ആണ് തന്നുള്ളത്. എപ്പോഴും ഓപ്പണിംഗ് ക്യാപിറ്റൽ മേലായിരിക്കും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാൽക്കുലേറ്റ് ചെയ്യുക. റിമെമ്പർ, always interest on capital is calculated on the opening capital. Opening capital is this capital, initial capital. This is the opening capital. ഒരു വർഷം ആരംഭിക്കുമ്പോൾ ഉള്ള ക്യാപിറ്റൽ. ഇവിടെ ഈ വർഷമാണ് ബിസിനസ് തന്നെ ആരംഭിക്കുന്നത്. സോ ദിസ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ. ഇതിൻ്റെ 6% ആണ് നമുക്ക്. അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈസ് 6% ഓഫ് 50,000. ഇത് വർക്കിംഗ് നോട്ടിൽ കാൽക്കുലേഷൻ കാണിച്ചിരിക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഈക്വൽസ് ക്വസ്റ്റിൻ്റെ താഴെ വർക്കിംഗ് നോട്ടിന് സ്പേസ് കൊടുക്കുക. എല്ലാ പ്രോബ്ലത്തിനും വർക്കിംഗ് സ്പേസ് കൊടുക്കുക. വർക്കിംഗ് നോട്ടിന് കാൽക്കുലേഷൻ കാണിക്കുക. 50,000 ഇൻറ്റു 6/100. ഇതാണ് നമ്മളുടെ ആനന്ദിൻ്റെ. ബാലൻ്റെ 30,000 അതിൻ്റെ 6%, ദാറ്റ് ഈസ് 1,800. ദീസ് ആർ ദ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ആനന്ദിൻ്റെ 3,000, മറ്റാളുടെ 6,800. ദിസ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഡ്രോയിങ്സ് ഓഫ് ആനന്ദ് ആൻഡ് ബാലൻ ഫോർ ദി ഇയർ എൻഡിങ് 31 ഡിസംബർ 6,000, 5,000. ഡ്രോയിങ്സ് ഇറ്റ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ. അപ്പോൾ ഡെബിറ്റ് ചെയ്യുക ടു ഡ്രോയിങ്സ്. $6,000, $5,000. ഡ്രോയിങ്സ് എന്താ ഡെബിറ്റ് ചെയ്യാൻ കാരണം? ഇറ്റ് റെഡ്യൂസ് ദ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് A 300, B 200 ആണത്. ഡ്രോയിങ്സ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് again
ഡ്രോയിങ്സിന്മേൽ പാർട്ട്നേഴ്സ് ബിസിനസ്സിലേക്ക് നൽകേണ്ട ഇൻട്രസ്റ്റ് ആണ്. സോ അഗൈൻ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. പാർട്ട്നേഴ്സിൻ്റെ ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു. അതിൻ്റെ എമൗണ്ട് 300 200. സോ അഗൈൻ 300 200. These are the interest on drawings. Profit after providing salary and interest on capital and taking into account interest on drawings is 15,000. അപ്പോൾ 15,000 ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ നമുക്കറിയാം. ഈ പ്രോഫിറ്റ് എഴുതുന്നതിന് പകരം പ്രോഫിറ്റ് എവിടുന്ന് കിട്ടുക? നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൽ, അല്ലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിന്നാണ് പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട് എന്നാണ് എൻട്രി വരിക. പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് നമ്മൾ ടു നെറ്റ് പ്രോഫിറ്റ് എഴുതുമ്പോൾ ആ നെറ്റ് പ്രോഫിറ്റ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക്. അപ്പോൾ അതിൻ്റെ എൻട്രി നിങ്ങൾ ഇമാജിൻ ചെയ്യുമ്പോൾ നമുക്കറിയാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ അതിൻ്റെ പോസ്റ്റിംഗ് വരിക പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ബൈ പ്രോഫിറ്റ് എഴുതുന്നതിന് പകരം ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എൻട്രി ആയിട്ട് എഴുതാം. അത് റെപ്രസെൻറ്റ് ചെയ്യുന്നത് പ്രോഫിറ്റിനെയാണ്. അപ്പോൾ അതുകൊണ്ട് പ്രോഫിറ്റ് എന്ന് എഴുതാം. സോ ആസ് യു ലൈക്ക് യു ക്യാൻ റൈറ്റ്. ഇത് എൻട്രി എഴുതണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം, ബൈ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. മനസ്സിലായില്ലേ? ഇനി ആ 15,000 ആണ് നമ്മളുടെ ഇതിന് ശേഷമുള്ള പ്രോഫിറ്റ്. അപ്പോൾ ആ പ്രോഫിറ്റിനെ നമുക്ക് ഷെയർ ചെയ്യാനുള്ള റേഷ്യോ ഇതിൽ തന്നിട്ടുണ്ട്. ഇറ്റ് ഈസ് 2:1. അതാണ് റേഷ്യോ. അപ്പോൾ 2:1 റേഷ്യോയിൽ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഈ പ്രോഫിറ്റിനെ വീതിക്കണം 15,000. അപ്പോൾ വീതിക്കുമ്പോൾ അതും ഇതുപോലെ വർക്കിംഗ് നോട്ടിൽ കാണിക്കുക പ്രോഫിറ്റിൻ്റെ ഷെയറിങ്. അപ്പോൾ അതിൽ 15,000 ആണ്. 2:1 എന്ന് പറയുമ്പോൾ 2/3 എക്ക്, ബിക്ക് 15,000ൻ്റെ 1/3. ഇതാണ് പ്രോഫിറ്റ്. ഇതിൻ്റെ 2/3 ദാറ്റ് ഈസ് 10,000. ഇത് 5,000. ഇങ്ങനെയാണ് അത് ഷെയർ ചെയ്ത് വരുമ്പോൾ വരുന്നത്. ജസ്റ്റ് യു ഫൈൻഡ് ഔട്ട് ഫ്രാക്ഷൻ കാണാം. 2:1 2/3 1/3. അപ്പോൾ 2/3 1/3 പ്രോഫിറ്റ് 10,000 goes to ആനന്ദ്, 5,000 goes to ബാലൻ. പ്രോഫിറ്റ് ഷെയർ ചെയ്തു. ഇത്രയേ ഉള്ളൂ. നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് ദ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് ദ പാർട്ട്നേഴ്സ് വെൻ ക്യാപിറ്റൽസ് ആർ ഫ്ലക്ച്വേറ്റിംഗ് എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇത് 2:1 റേഷ്യോയിൽ ഡിവൈഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് പ്രോഫിറ്റ് എഴുതി. നൗ ഓൾ ദ ഐറ്റംസ് ആർ ഓവർ. നൗ യു ക്യാൻ ബാലൻസ് ദ ക്യാപിറ്റൽ അക്കൗണ്ട്. ബാലൻസ് ചെയ്യുമ്പോൾ 68,000 ആയിരിക്കും ഇതിൻ്റെ ടോട്ടൽ വരുന്നത്. 10,000 13 63 5 68. അപ്പോൾ അത് ബാലൻസ് ചെയ്യുക. ആനന്ദിൻ്റെ 68,000 61,700 62 660 to balance carried down. This is the closing balance under a fluctuating capital system. അപ്പോൾ എയുടെ കിട്ടി, ആനന്ദിൻ്റെ കിട്ടി, അതേപോലെ ബിയുടെയും ബാലൻസ് ചെയ്യുക. 30 35 36,800 ബാലൻസ് ചെയ്യുക. സോ ദിസ് ഈസ് 36,800 ബാലൻസ് ചെയ്തു. It is 31,600. This is the closing balance. 61,700 and 31,600. ഇതേപോലെയാണ് ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അപ്പോൾ ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എല്ലാ ഐറ്റംസും ക്യാപിറ്റലിനോട് ബന്ധപ്പെട്ട എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും നമുക്ക് എവിടെ കാണിക്കാം? ക്യാപിറ്റൽ അക്കൗണ്ടിൽ കാണിക്കാം. എവറിത്തിങ് കംസ് അണ്ടർ ദ സെയിം സിംഗിൾ ക്യാപിറ്റൽ അക്കൗണ്ട്. അപ്പോൾ ഈ ബാലൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അടുത്ത കൊല്ലം ഓപ്പണിംഗ് ബാലൻസ് വരിക ഇതാണ് 61,700 31,600. അടുത്ത കൊല്ലം ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ നമ്മൾ ഇതുപോലെ ബൈ ബാലൻസ് ബ്രോഡ്, ഓപ്പണിംഗ് ബാലൻസ് എഴുതുക എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ബൈ ബാലൻസ് ബ്രോഡ് ഡൗൺ ഈ എമൗണ്ട് എഴുതും.
അപ്പോൾ ദാറ്റ് ഈസ് ഓപ്പണിംഗ് ബാലൻസ്. ഇനി അങ്ങനെ വന്നുകൊണ്ടിരിക്കും. വീണ്ടും അടുത്ത വർഷത്തെ ഐറ്റംസ് ഒക്കെ എഴുതും, വേറൊരു ക്ലോസിംഗ് ബാലൻസ് കിട്ടും. സോ ദ ബാലൻസസ് കീപ്പ് ഓൺ ഫ്ലക്ച്വേറ്റിംഗ്. അതുകൊണ്ടാണ് ഇതിനെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അതുകൊണ്ട് ഈ രീതിയിലാണ് നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത്. നമ്മളിനി അടുത്ത സിസ്റ്റം, അത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ അക്കൗണ്ടും കറണ്ട് അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ക്യാപിറ്റൽ റിമെയിൻസ് ഫിക്സ്ഡ്. ബാക്കി ഐറ്റംസ്, ഓൾ ഐറ്റംസ്, നോർമൽ ഐറ്റംസ് എന്ന് പറഞ്ഞാൽ ഓൾ അഡ്ജസ്റ്റ്മെന്റ്സ് ടു ബി ഡൺ വിത്ത് ക്യാപിറ്റൽ അക്കൗണ്ട് എവരി ഇയർ. അപ്പോൾ അതിനുള്ള ഉദാഹരണങ്ങളാണ് ഈ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ വരേണ്ടതാണ്. സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, പ്രോഫിറ്റ്, കമ്മീഷൻ, അങ്ങനെ എന്തൊക്കെ അവർക്ക് കിട്ടാനുള്ളത്, പിന്നെ അവരുടെ നിന്ന് ഫേമിലേക്ക് കൊടുക്കാനുള്ളത്, ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്ന ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ്, ലോസ് വരികയാണെങ്കിൽ അത്, ദീസ് ആർ ഓൾ ക്യാപിറ്റൽ റെഡ്യൂസിങ് ഐറ്റംസ്. ഇതൊക്കെയാണ് ക്യാപിറ്റലിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഐറ്റംസ് കാണിക്കാൻ മറ്റൊരു അക്കൗണ്ട് സെപ്പറേറ്റ് ചെയ്ത് കാണിക്കും. ഓപ്പണിംഗ് ബാലൻസോ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ഒറിജിനൽ ഇൻവെസ്റ്റ്മെൻറ്റോ കാണിക്കാൻ മറ്റൊരു അക്കൗണ്ട്, അത് ക്യാപിറ്റൽ അക്കൗണ്ട്. ഈ അഡ്ജസ്റ്റ്മെൻറ്റ്സ് കാണിക്കാൻ കറണ്ട് അക്കൗണ്ട്. ഇതാണ് നമ്മൾ പഠിച്ചിട്ടുള്ള ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ അതിലുള്ള പ്രോബ്ലമാണ് അടുത്ത പേജ് നമ്പർ 74 ഇലസ്ട്രേഷൻ 3 എടുത്തു നോക്കിയാൽ നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റും. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ 2 ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കേണ്ടി വരും. അപ്പോൾ 2 ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് അപ്പോൾ നമ്മൾ എത്ര പാർട്ട്നേഴ്സ് ഉണ്ടെന്ന് നോക്കണം ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ. ഇപ്പോൾ ഇവിടെ പറയുന്നത് ആനന്ദ് ആൻഡ് ബാലൻ 2 പാർട്ട്നേഴ്സ് തന്നെയാണ് എൻറ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ്. ഈ സെയിം ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മൾ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യും അതാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ വീണ്ടും 2 കോളം തന്നെ വരും. പർട്ടിക്കുലേഴ്സ്, ആനന്ദ്, ബാലൻ. പർട്ടിക്കുലേഴ്സ്, ആനന്ദ്, ബാലൻ. ഡേറ്റ് കോളം ഉണ്ട്. നിങ്ങൾ ഡേറ്റ് കോളം വരച്ച് ചെയ്യണം. ബോർഡിൽ നേരത്തെ പറഞ്ഞു സ്ഥലപരിമിതി കാരണം ഡേറ്റ് കോളം എഴുതാത്തതാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ ആണ്. എൻറ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് 50,000, 30,000. നേരത്തെ നമ്മൾ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് പറഞ്ഞില്ലേ, ആ ഒറിജിനൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരിക. ബൈ ക്യാഷ് ആനന്ദ് 50,000, ബാലൻ 30,000. ഇത് മാത്രമേ ക്യാപിറ്റൽ അക്കൗണ്ടിൽ വരുള്ളൂ. ദിസ് ഇസ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദി സിസ്റ്റം. മനസ്സിലായില്ലേ? ഇത് നമ്മൾ ബാലൻസ് ചെയ്യുക, അത്രയേ ഉള്ളൂ. 50,000, 30,000 to balance carry down 50,000, 30,000. ഇത് കാണിച്ചാൽ നമുക്ക് ഓപ്പണിംഗ് ക്യാപിറ്റലായി അല്ലെങ്കിൽ ഇനീഷ്യൽ ക്യാപിറ്റലായി. ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഇനി വേറെ ഒന്നും വരില്ല. നേരത്തെ പ്രോബ്ലം നോക്കിയാൽ കമ്പയർ ചെയ്ത് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. അതിൽ പിന്നെ നമ്മൾ സാലറി കാണിച്ചു, പ്രോഫിറ്റ് കാണിച്ചു, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിച്ചു, ഡ്രോയിങ്സ് കാണിച്ചു. These are all adjustments with the capital that is never shown in the capital account under fixed capital method. നമ്മൾ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലാണ് എല്ലാം ചെയ്യുക. അപ്പോൾ അതുകൊണ്ട് ആ അഡ്ജസ്റ്റ്മെന്റ്സ് കാണിക്കാൻ വീണ്ടും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനെയാണ് നമ്മൾ കറന്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. ഇതേ കോളങ്ങൾ തന്നെ നമ്മൾ ഈ ഫോർമാറ്റ് തന്നെ ആനന്ദ്, ബാലൻ, എമൗണ്ട് കോളം അതൊക്കെ നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. വീണ്ടും ആനന്ദ്, ബാലൻ,
particulars. വീണ്ടും ഇത് ആനന്ദ്, ബാലൻ. ഇതിലിപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് ഒന്നുമില്ല നമുക്ക്. അപ്പോൾ ഈ ക്യാഷ് ഒഴികെയുള്ള ബാക്കിയുള്ള ഐറ്റംസ്, നേരത്തെ അക്കൗണ്ടിൽ നമ്മൾ നോക്കിയാൽ ക്യാഷ് കാണാം, ബാക്കിയുള്ള ക്യാഷ് ഒഴിച്ചുള്ള ബാക്കിയുള്ള ഐറ്റംസ് ഏതെടുത്തു കഴിഞ്ഞാലും, അതായത് നമുക്ക് എന്തൊക്കെയുണ്ട്, സാലറി ഉണ്ട്. ഫോർ ആനന്ദ് ദ സാലറി ഈസ് 5,000. അപ്പോൾ അത് ക്രെഡിറ്റ് ചെയ്തു. അത് കഴിഞ്ഞു അവർക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നേരത്തെ നമുക്ക് കിട്ടിയിരുന്നു. 3000ഉം 1800. ഇതിൻ്റെ 6%. അപ്പോൾ അത് കിട്ടി. പിന്നെ പ്രോഫിറ്റ്, സാലറിയും ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റലും കഴിഞ്ഞാൽ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്തു. പ്രോഫിറ്റ് അത് എത്രയാണ്? നമ്മൾ 2:1 കാൽക്കുലേറ്റ് ചെയ്തത്. 10,000ഉം 5,000. ഇതൊക്കെ കാൽക്കുലേഷൻ നേരത്തെ നമ്മൾ ചെയ്താൽ സെയിം പ്രോബ്ലം ആണ്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുന്നില്ല എന്നേ ഉള്ളൂ. പിന്നെ അവർ പറയുന്നുണ്ട് ഡ്രോയിങ്സ് എമൗണ്ട് ടു 6,000, 5,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും പറയുന്നുണ്ട്. സോ 2 drawings, 5,000, 6,000. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 300, 200. ഇത്ര ഐറ്റംസ് ആണ് നമുക്ക് ഉള്ളത്. അത് കറണ്ട് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്തു. അത്രയേ ഉള്ളൂ വ്യത്യാസം. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് എഴുതുമ്പോൾ അത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലായി. അത്രേ നോക്കാനുള്ളൂ. വീണ്ടും കറണ്ട് അക്കൗണ്ട് ബാലൻസ് ചെയ്യുക. കറണ്ട് അക്കൗണ്ട് നോക്കുമ്പോൾ ഏത് സൈഡാണ് കൂടുതലെന്ന് നോക്കണം. ക്യാപിറ്റൽ അക്കൗണ്ടൊക്കെ എപ്പോഴും ക്രെഡിറ്റ് സൈഡായിരിക്കും കൂടുക. പക്ഷേ കറണ്ട് അക്കൗണ്ട് നമുക്ക് പലപ്പോഴും ഡെബിറ്റ് സൈഡും കൂടാം. കാരണം കറണ്ട് അക്കൗണ്ടിൽ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരണമെന്നില്ല. രണ്ടാമത്തെ കാര്യം, കറണ്ട് അക്കൗണ്ടിൽ ഡ്രോയിങ്സ് ഡെബിറ്റ് വരുമ്പോൾ ക്രെഡിറ്റ് അത്ര ഹെവി അല്ലാതെ വരുന്നുണ്ട്. ഇപ്പോൾ പ്രോഫിറ്റും ഇത് ഉണ്ടെങ്കിൽ തന്നെയും ഇതിനെ കവർ ചെയ്യുന്ന ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും വന്നുകൂടായില്ല. നമുക്കത് വരില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ കറണ്ട് അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് കൂടാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും വളരെ ശ്രദ്ധിച്ചിട്ട് വേണം, ഏത് സൈഡാണ് കൂടുതലും നോക്കിയിട്ട് വേണം. അപ്പോൾ ഇവിടെ കൂടുന്നു 18,000 നമുക്ക് ടോട്ടൽ കിട്ടുന്നത് ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. സോ 18,000 ബാലൻസ് ചെയ്യുമ്പോൾ 11,700. അതാണ് ക്ലോസിംഗ് ബാലൻസ്. ഡേറ്റ് കോളത്തിൽ നിങ്ങൾക്ക് ഡേറ്റ് എഴുതാം. 31/12/2016, 15. അതുപോലെ ബാലൻ്റെ 5,000 6,800. സോ ദിസ് ഈസ് 6,800. 1,600 ബാലൻസ്, ക്ലോസിംഗ് ബാലൻസ്. രണ്ടുപേരുടെയും ക്ലോസിംഗ് ബാലൻസ് കിട്ടി. അപ്പോൾ നോക്കുക, ക്യാപിറ്റൽ അക്കൗണ്ട് ഒരു ബാലൻസ്, കറണ്ട് അക്കൗണ്ട് ഒരു ബാലൻസ്. ഈ ബാലൻസ് എന്നും ഇത് തന്നെയായിരിക്കും. അടുത്ത വർഷവും ക്യാപിറ്റൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുമ്പോൾ ആനന്ദിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട് 50,000, ബാലൻ്റെ 30,000. അതിലൊരു ചേഞ്ചും ഉണ്ടാവില്ല. ചേഞ്ച് വരിക കറണ്ട് അക്കൗണ്ടിലാണ്. കറണ്ട് അക്കൗണ്ടിൽ ഈ മാറ്റം, ചിലപ്പോൾ സാലറി ഉണ്ടാവില്ല, ഉണ്ടെങ്കിൽ തന്നെ വേറെ എമൗണ്ട് ആയിരിക്കാം. ചിലപ്പോൾ ഇയാൾക്ക് ആനന്ദിനുണ്ട്, അടുത്ത കൊല്ലം ബാലനുണ്ടാകാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ റേറ്റ് മാറാം, പ്രോഫിറ്റിൽ മാറ്റം വരും, ഡ്രോയിങ്സ് മാറാം, ചിലപ്പോൾ ഡ്രോയിങ്സ് ഇല്ലാതിരിക്കാം. ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ തന്നെ എമൗണ്ട് മാറാം, ഇൻട്രസ്റ്റ് മാറും. അപ്പോൾ അങ്ങനെയുള്ള ചേഞ്ചുകളൊക്കെ കറണ്ട് അക്കൗണ്ടിൽ വരും. അതിൻ്റെ ബാലൻസുകൾ ഈ ക്ലോസിംഗ് ബാലൻസ് ആയിരിക്കില്ല അടുത്ത കൊല്ലം. സോ ദാറ്റ് വിൽ ഫ്ലക്ച്വേറ്റ്. ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇനി നമുക്ക് പേജ് നമ്പർ 75. ഇതിലിപ്പോൾ ഈ ഇലസ്ട്രേഷൻ 3 പേജ് 74 ആണ്. ഇത് ഇലസ്ട്രേഷൻ 3 ആണ്, പേജ് നമ്പർ
74 ആണ് ഇപ്പോൾ ഇത് ചെയ്തിട്ടുള്ളത്. അടുത്ത പ്രോബ്ലത്തിലേക്ക് പോവുക. വളരെ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ ഞാൻ പറയുന്ന ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പേജ് നമ്പർ 75 ആണ്. പേജ് നമ്പർ 75 ഇലസ്ട്രേഷൻ 4 അതാണ് ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. നല്ലോണം ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നല്ലോണം ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായിട്ട് ചെയ്യേണ്ട കാര്യം. അപ്പോഴാണ് നമുക്ക് കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ അത് ചെയ്യാൻ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. കൂടുതൽ ആലോചിച്ച് സമയം കളയാതെ ചെയ്യാൻ പറ്റും. അപ്പോൾ പേജ് നമ്പർ 75 ഇലസ്ട്രേഷൻ 4. Ajit and Sajit entered into a partnership agreement on 1st April 2010 with capital contribution of 20,000 and 40,000 respectively. Capital contribution എന്ന് പറയുമ്പോൾ അവർ കൊണ്ടുവരുന്ന ക്യാപിറ്റൽ, ദാറ്റ് ഈസ് ദ ഇനീഷ്യൽ ക്യാപിറ്റൽ. അപ്പോൾ നമ്മൾ ഇതുപോലെ തന്നെ നമ്മൾ 2 ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കും. അജിത്ത് പിന്നെ ആരാണ് സജിത്ത്. 2 കോളം വരയ്ക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് ഇതേപോലെ നീറ്റായിട്ട് വരയ്ക്കുക. ഡേറ്റ് കോളം മറക്കരുത്. അത് കഴിഞ്ഞ് ഓപ്പണിംഗ് ബാലൻസ് എഴുതി. ഇറ്റ്സ് നോട്ട് ഓപ്പണിംഗ് ബാലൻസ്, ദേ എൻറ്റേർഡ് ഇൻ ടു എ പാർട്ട്ണർഷിപ്പ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ബൈ ക്യാഷ് എമൗണ്ട് എഴുതി. ദേ എഗ്രീഡ് അപ്പോൺ ദ ഫോളോയിങ് ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അവരുടെ വ്യവസ്ഥകൾ പറയുന്നുണ്ട്, അത് വായിച്ചു നോക്കുക. പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ടു ബി ഷെയർഡ് ഈക്വലി. അപ്പോൾ ദേ ആർ ഈക്വൽ പാർട്ട്നേഴ്സ്. പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ കിട്ടി. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12%. ആനുവൽ സാലറി ടു അജിത്ത് ഒരു പാർട്ട്ണർക്ക് 6,000. കമ്മീഷൻ ടു സജിത്ത് 400 പെർ മന്ത്. അത് മറ്റേ പാർട്ട്ണർക്ക് സജിത്ത് എന്ന് പറയുന്ന പാർട്ട്ണർക്ക് 400 രൂപ പെർ മന്താണ്, ഒരു മാസത്തെയാണ്. നമ്മളൊരു കൊല്ലത്തെയാണ് അക്കൗണ്ടിൽ എഴുതുന്നത്. ഒരു കൊല്ലത്തെ അക്കൗണ്ടാണ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു കൊല്ലം 12 മാസമുണ്ട്. അപ്പോൾ 12 into 400 ആണ് കമ്മീഷൻ വരിക. ബ്ലൈൻഡായിട്ട് കയറി 400 എഴുതി പോകരുത്. ദാറ്റ് ഈസ് ഫോർ 1 month. അതാണ് പറഞ്ഞ ക്വസ്റ്റ്യൻ വളരെ ശ്രദ്ധിച്ച് വായിക്കുന്നത്. ഒരു എമൗണ്ട് കാണുമ്പോഴത്തേക്കും കയറി അത് എഴുതാൻ നോക്കരുത്. യു ഹാവ് ടു റീഡ് ഇറ്റ് കെയർഫുള്ളി. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അറ്റ് 9% per annum. Capital accounts according to fluctuating capital accounts according to fixed capital method ആണ് അവർ എഗ്രി ചെയ്തിട്ടുള്ളത്. നെക്സ്റ്റ് പേരിൽ പറയുന്നു അജിത്ത് വിഡ്രൂ 4,000 ഓൺ 1st October ആൻഡ് സജിത്ത് 8,000 ഓൺ 1st July 2010. സജിത്ത് ഹാസ് അത് ഡ്രോയിങ്സ്. സജിത്ത് ഹാസ് ഗിവൺ എ ലോൺ ഓഫ് 12,000 on 1st January 2011 to the firm. അതായത് സജിത്ത് എന്ന് പറയുന്ന പാർട്ട്ണർ 12,000 ലോൺ കൊടുത്തിട്ടുണ്ട് ജനുവരി 1 2011. ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് 1st April 2010 ആണ്. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റിന് ശേഷമുള്ള പ്രോഫിറ്റ് തന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആഫ്റ്റർ മേക്കിംഗ് ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞാൽ ദാറ്റ് ഈസ് ഡിവിസിബിൾ പ്രോഫിറ്റ്. അത് നേരെ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ ഡിവൈഡ് ചെയ്താൽ മതി. നിങ്ങൾ വേറൊന്നും അതിന് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കേണ്ട ഒരു പ്രശ്നം വരുന്നില്ല. പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ്, അത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. അവർ എഗ്രി ചെയ്തുള്ളത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ്. സോ യു ഹാവ് ടു ഫോളോ ദ സെയിം മെത്തേഡ്. ഇതേ മെത്തേഡിലാണ് നമുക്ക് ചെയ്യേണ്ടി വരും. അതായത് ഫിക്സഡ് ക്യാപിറ്റൽ, ദർ വിൽ ബി എ ക്യാപിറ്റൽ അക്കൗണ്ട്, ദർ വിൽ ബി എ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ ഇതാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കുക, നമ്മൾ ഫിക്സഡ് ക്യാപിറ്റലാകുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഹോം അസൈൻമെൻ്റ് ആണ്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക, പാർട്ട്നേഴ്സിൻ്റെ പേരെഴുതുക. അവർ എൻറ്റേർഡ് ഇൻ ടു പാർട്ട്ണർഷിപ്പ് വിത്ത് ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് 20,000 40,000 അതാണ് അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂഷൻ. അത് ചെയ്യുക. അത് ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ അക്കൗണ്ട് കഴിഞ്ഞു. ഫിക്സഡ് ക്യാപിറ്റൽ അത്രേ വരുള്ളൂ. ഫിക്സഡ് ക്യാപിറ്റലാണല്ലോ അവർ എഗ്രി ചെയ്തിട്ടുള്ളത്. നൗ യു ഡ്രോപ്പ് കറണ്ട് അക്കൗണ്ട്. വീണ്ടും കോളംസ് ഒക്കെ റെഡിയാക്കുക, വായിക്കുക ഓരോരോ ടേംസ് ആൻഡ് കണ്ടീഷൻസ്. പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി. അപ്പോൾ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലായിട്ട് ഷെയർ ചെയ്യണം. പ്രോഫിറ്റ്സ് എത്രയാണെന്നുള്ളത് അവസാനം പറയുന്നുണ്ട്. അപ്പോൾ റേഷ്യോ നമ്മൾ കരുതി വെച്ചാൽ മതി. നമുക്ക് ഓരോന്നോരോന്ന് വായിച്ചു വരാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ അറ്റ് 12%. ക്യാപിറ്റലിൻ്റെ 12% ആണ് ഇൻട്രസ്റ്റ്. ക്യാപിറ്റൽ അവർ തന്നിട്ടുണ്ട് 20,000 40,000. അപ്പോൾ അജിത്തിൻ്റെ കോളത്തിൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കറണ്ട് അക്കൗണ്ട് വരയ്ക്കുക. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 12% കാണാം 20,000-ൻ്റെ. അതുപോലെ സജിത്തിൻ്റെ 40,000 12% കാണാം ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക.
ആനുവൽ സാലറി ടു അജിത്ത്. അജിത്ത് എന്ന് പറയുന്ന പാർട്ട്ണർ എഴുതുക. അജിത്തിന് ആനുവൽ സാലറി 6000. അത് ആനുവൽ സാലറിയാണ്, അതൊരു കൊല്ലത്തെയാണ്, അത് എഴുതുക. സാലറി അജിത്തിന്. കമ്മീഷൻ ടു സജിത്ത്. കമ്മീഷൻ വീണ്ടും പാർട്ട്ണർക്ക് കിട്ടേണ്ടതാണ്. സോ ദാറ്റ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. വീണ്ടും താഴെ എഴുതുക ബൈ കമ്മീഷൻ. എമൗണ്ട് എഴുതുക. അത് കോളം തെറ്റരുത്. ഏത് പാർട്ട്ണർക്കാണ്? സജിത്തിനാണ്. അതിൻ്റെ എമൗണ്ട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കാൽക്കുലേറ്റ് ചെയ്യുക വർക്കിംഗ് നോട്ടിൽ. കമ്മീഷൻ ടു സജിത്ത് ഈക്വൽസ് 400 × 12 ബിക്കോസ് ദിസ് ഈസ് മന്ത്ലി കമ്മീഷൻ, പെർ മന്ത് ആണ്. അപ്പോൾ 12 × 400 അതാണ് 4800. അത് സജിത്തിന് ക്രെഡിറ്റ് ചെയ്യുക. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യുക. അത് 9% ആണ്. അതും പെർസെൻറ്റേജ് എന്നുള്ളത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സിന്മേലാണ് കാണുക. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നത്തെ പാരഗ്രാഫിൽ പറയേണ്ട അജിത് വിഡ്രൂ 4000 ഓൺ 1st October ആൻഡ് സജിത്ത് 8000 എന്ന് പറയുന്നുണ്ട്. ഇതാണ് ഡ്രോയിങ്സ് നമുക്കറിയാം. ഡെബിറ്റ് സൈഡിൽ എഴുതും, കറണ്ട് അക്കൗണ്ടിൽ എഴുതുക. അജിത്തിന് 4000ഉം സജിത്തിന് 8000ഉം എഴുതുക. അതിൻ്റെ ഇൻട്രസ്റ്റ് ആണ് ഈ 9% പെർ ആനം പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ 9% ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യണം. ആ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ ഡ്രോയിങ്സ് വെറുതെ എമൗണ്ട് തരികയാണെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് എഴുതി ഇൻട്രസ്റ്റും നമുക്ക് എഴുതിയാൽ മതി. ഇവിടെ ഇൻട്രസ്റ്റിന് അവർ റേറ്റ് പറഞ്ഞിട്ടുണ്ട്. ആ റേറ്റ് പെർ ആനം ആണെന്നും പറഞ്ഞിട്ടുണ്ട്. ഒരു കൊല്ലത്തേക്കുള്ള ഇൻട്രസ്റ്റ് ആണ് ഈ 9%. ശ്രദ്ധിക്കുക, തന്നിട്ടുള്ള ഡ്രോയിങ്സിന് ഡേറ്റ് തന്നിട്ടുണ്ട്. അജിത് വിഡ്രൂ 4000 ഓൺ 1st October 2010. 1st October 2010 ആണ്. വി ആർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഓൺ 31st March 2011. കാരണം എന്താണ്? ഒരു എഗ്രിമെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത്, പാർട്ട്ണർഷിപ്പ് എഗ്രിമെൻറ്റിൽ എൻ്റർ ചെയ്യുന്നത് 1st April 2010 ആണ്. അപ്പോൾ 1st April 2010 തൊട്ട് March 31, 2011 വരെ ഉള്ള ഒരു കൊല്ലത്തേക്കാണ് നമുക്ക് ഇൻട്രസ്റ്റ് വരിക. അതിൽ ഇയാൾ വിഡ്രോ ചെയ്യുന്നത്, അജിത്ത് വിഡ്രോ ചെയ്യുന്നത് 1st October 2010 ആണ്. വിഡ്രോ ചെയ്യുന്ന ഡേറ്റ് തുടങ്ങി നമ്മൾ ഇൻട്രസ്റ്റ് കൊടുക്കേണ്ട കാര്യമേ ഉള്ളൂ. അപ്പോൾ വിഡ്രോവൽ ഡേറ്റ്, ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് നോക്കണം. അന്ന് തൊട്ട് ക്ലോസിംഗ് ഡേറ്റ് വരെയാണ് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡേറ്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ നോക്കുമ്പോൾ 1st October എന്ന് പറയുമ്പോൾ ഒക്ടോബർ, നവംബർ, ഡിസംബർ, പിന്നെ ജനുവരി, ഫെബ്രുവരി, മാർച്ചും 11, 2011 നമുക്ക് ക്ലോസ് ചെയ്യണം. ഫോർ ദി ഇയർ എൻഡഡ് 31st March 2011 ആണ്. അപ്പോൾ 6 മാസത്തേക്കാണ് ഇൻട്രസ്റ്റ് കാണുക ഡ്രോയിങ്സിന്മേൽ. അപ്പോൾ അജിത്തിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അജിത്ത് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? അത് ഇതുപോലെ വർക്കിംഗ് നോട്ടിൽ എഴുതണം. എങ്ങനെയാണ്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് എഴുതിയിട്ട് അജിത്ത് 4000 ആണ് അയാളുടെ ഡ്രോയിങ്സ്. ഇൻറ്റു 4000 ഡ്രോയിങ്സ് ഒക്ടോബർ തൊട്ട് മാർച്ച് വരെ 6 മാസത്തേക്ക് 9% ഒരു കൊല്ലത്തേക്ക്. അപ്പോൾ ഇൻറ്റു 9/100 ഇൻറ്റു 6/12. എന്താണ് 6/12? 6 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ്. അതുപോലെ സജിത്തിന് അദ്ദേഹത്തിൻ്റെ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് 8000 ആണ്. അപ്പോൾ 8000 ഇൻറ്റു 9/100 ഇൻറ്റു ആ ഡ്രോയിങ്സിൻ്റെ ഡേറ്റ് 1st July 2010 ആണ്. അപ്പോൾ ജൂലൈ തൊട്ട് മാർച്ച് വരെ 9 മാസമുണ്ട്. അപ്പോൾ അത് 9 മാസത്തേക്കാണ്. ഇൻറ്റു 9/12 ആണ് അതിൻ്റെ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് വരിക. ഈ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്, അവരുടെ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സും. അപ്പോൾ അങ്ങനെ പെർസെൻറ്റേജ് തരുമ്പോൾ എപ്പോഴും ഡേറ്റ് ഡ്രോയിങ്സിൻ്റെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ആനുപാതികമായിട്ട് വേണം നമ്മൾ ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ. നേരത്തെ പറഞ്ഞ പോലെ ബ്ലൈൻഡ് ആയിട്ട് കയറി 9% കാണരുത്. അത്രയായി കഴിഞ്ഞാൽ ഡ്രോയിങ്സുമായി ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സുമായി രണ്ടും ക്യാപിറ്റൽ റെഡ്യൂസ് ചെയ്യുന്നു, ഡെബിറ്റ് ചെയ്യുന്നു. സജിത് ഹാസ് ഗിവൺ എ ലോൺ ഓഫ് 12,000 ഓൺ 1st January 2011 ടു ദ ഫേം. അഗൈൻ ലോൺ കൊടുത്തിട്ടുണ്ട് സജിത്ത് എന്ന് പറയുന്ന പാർട്ട്ണർ. ലോൺ ഇവിടെ എങ്ങും വരില്ല, ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്ന ഐറ്റം അല്ല. പിന്നെ എന്തിനാണ് ലോൺ തരുന്നത്? നമുക്ക് ലോണിന് ക്യാപിറ്റലായിട്ട് ഡയറക്റ്റായിട്ടൊരു ബന്ധമില്ല. ക്യാപിറ്റലിന് പുറമെ പാർട്ട്ണർ ഫേമിലേക്ക് നൽകുന്ന സാമ്പത്തിക സഹായമാണ് പാർട്ട്നേഴ്സിൻ്റെ ലോൺ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലോൺ 12,000
ഇറ്റ്സ് എൻ അഡീഷണൽ ഐറ്റം. ദാറ്റ് ഈസ് നെവർ അപ്പിയർ ഇൻ ദ ക്യാപിറ്റൽ ഓർ കറണ്ട് അക്കൗണ്ട്. പക്ഷേ അതിന് ഇൻട്രസ്റ്റ് കൊടുക്കണം. ഫേമിലേക്ക് ലോൺ തരുമ്പോൾ ആ ലോണിന്മേൽ ഇൻട്രസ്റ്റ് കൊടുക്കാൻ പാർട്ട്ണർ ബാധ്യസ്ഥനാണ്. ഫേം ബാധ്യസ്ഥമാണ്. ലോൺ തരുന്നത് പാർട്ട്ണറാണ്. അപ്പോൾ ആ ലോണിന്മേൽ ഫേമിൽ നിന്നും ഇൻട്രസ്റ്റ് പാർട്ട്ണർക്ക് കൊടുക്കേണ്ടതാണ്. അപ്പോൾ പാർട്ട്ണർക്ക് ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ഇൻട്രസ്റ്റിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബേസിക് കൺസെപ്റ്റ്സിൽ ഞാൻ ആദ്യം പറഞ്ഞെന്ന തിയറി ആസ്പെക്ട്സ് നോക്കണം. റൂൾസ് അപ്ലിക്കബിൾ ഇൻ ദ ആബ്സെൻസ് ഓഫ് പാർട്ട്ണർഷിപ്പ് ഡീൽ. അതിൽ പറയുന്നുണ്ട്, എനി പാർട്ട്ണർ പ്രൊവൈഡ് a loan in addition to his capital, it carries interest at the rate of 6% per annum എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ലോൺ എത്രയാണ്? 12,000. അവിടെയും ഡേറ്റ് ഉണ്ട്. അപ്പോൾ ഇൻട്രസ്റ്റും ഡേറ്റും വരികയാണെന്നുണ്ടെങ്കിൽ എപ്പോഴും അത് ഡേറ്റ് തുടങ്ങിയ ലോൺ കൊടുത്തന്ന് പോലല്ലേ ഇൻട്രസ്റ്റ് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ലോൺ കൊടുക്കുന്നത് ജനുവരി 1 വി ആർ ക്ലോസിംഗ് ദ അക്കൗണ്ട്സ് ഓൺ 31st March. അപ്പോൾ ജാനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം. ഈ 3 മാസത്തേക്കുള്ള ഇൻട്രസ്റ്റ് അത് വീണ്ടും കാൽക്കുലേറ്റ് ചെയ്യുക. ഇൻട്രസ്റ്റ് ഓൺ ലോൺ ഓൺ സജിത്ത് എത്രയാണ്? 12,000 ലോൺ എമൗണ്ട് ഇൻറ്റു റേറ്റ് 6%. അത് നമ്മൾ അറിയണം. അതാണ് ഞാൻ പറഞ്ഞാൽ അതൊക്കെ ഓർമ്മ വേണമെന്ന് പറഞ്ഞപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. അത് നമ്മൾ മെമ്മറിയിൽ ഉണ്ടാവണം. അപ്പോൾ 12,000 ഇൻറ്റു 6/100 ഇൻറ്റു എത്ര മാസം? ജനുവരി, ഫെബ്രുവരി, മാർച്ച് 3 മാസം ഇൻറ്റു 3/12 ഇൻട്രസ്റ്റ് ഓൺ ലോൺ. മനസ്സിലല്ലേ? അതാണ് ലോണിൻ്റെ ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞാൽ ആ ഇൻട്രസ്റ്റ് ആരാണ് ലോൺ കൊടുത്തിട്ടുള്ളത്? സജിത്ത് എന്ന് പറയുന്ന പാർട്ട്ണറാണ്. അപ്പോൾ സജിത്ത് എന്ന് പറയുന്ന പാർട്ട്ണർക്ക് കിട്ടേണ്ടതാണ്. മനസ്സിലല്ലേ? ഫേം പാർട്ട്ണർക്ക് നൽകുന്നതാണ്. കാരണം പാർട്ട്ണറാണ് ലോൺ കൊടുത്തിട്ടുള്ളത്. സോ അഗൈൻ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ പോലെ തന്നെ ഇൻട്രസ്റ്റ് ഓൺ ലോൺ കോളം മാറരുത്. അജിത്ത് അല്ല, സജിത്താണ് ലോൺ കൊടുത്തിട്ടുള്ളത്. അദ്ദേഹത്തിന് ആ എമൗണ്ട് ഇൻട്രസ്റ്റ് ഓൺ ലോൺ. അപ്പോൾ ഒരു ഐറ്റം കൂടി അഡീഷണൽ ആയിട്ട് വരും. ഇൻട്രസ്റ്റ് ഓൺ ലോൺ എന്ന് പറഞ്ഞിട്ട് സജിത്തിന് പ്രൊവൈഡ് ചെയ്യുക. ബാക്കി എല്ലാവർക്കും. പിന്നെ അവിടെ ക്വസ്റ്റ്യൻ്റെ അവസാനം നമുക്ക് പറയുന്നുണ്ട് പ്രോഫിറ്റ് ആഫ്റ്റർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് 16,000 എന്ന് പറയുന്നുണ്ട്. അത് ഷെയർ ചെയ്യണം. പ്രോഫിറ്റ് ഇറ്റ് ഇൻക്രീസ് ദ ക്യാപിറ്റൽ. ഷെയർ ചെയ്യാനുള്ള റേഷ്യോ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ആർ ടു ബി ഷെയർഡ് ഈക്വലി. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്. വേണമെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ ഈ പ്രോഫിറ്റ് വിധിക്കും. പ്രോഫിറ്റ് ലാസ്റ്റ് കൊടുത്തുകൊണ്ട് ഞാൻ ആ ഓർഡറിൽ വായിച്ച് ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ദാറ്റ് അഗൈൻ പ്രോഫിറ്റ് ഡിവിഷൻ കാണിക്കുക. 16,000 അല്ലേ, 16,000 ഈക്വൽ ആകുമ്പോൾ 8,000 ഈച്ച് ടു ഈച്ച് പാർട്ട്ണർ. അപ്പോൾ അജിത്ത് 8,000, സജിത്ത് 8,000. ഇത്രയും ഐറ്റംസ് കഴിഞ്ഞാൽ എല്ലാ ഐറ്റംസും നമുക്കായി അല്ലേ? ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഐറ്റംസ് ഒക്കെ എഴുതി കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ബാലൻസ് ചെയ്യുക, ക്ലോസിംഗ് ബാലൻസ്. ഇതാണ് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. അപ്പോൾ ഹൗ ഇറ്റ് ഡിഫേഴ്സ് ഫ്രം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്. ഈ ക്വസ്റ്റ്യൻ്റെ അവസാനം, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൽ 5ാമത്തെ ഇലസ്ട്രേഷനും കൂടി ഉണ്ട്. അതും കൂടി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു തിയറി ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ, അതും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം. മനസ്സിലായി? അപ്പോൾ ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇലസ്ട്രേഷൻ 5 ഇതും നിങ്ങളുടെ അസൈൻമെൻ്റ് ആണ്. അടുത്ത അസൈൻമെൻറ്റ് വരുന്നതാണ്. ശ്രദ്ധിക്കുക. ഇലസ്ട്രേഷൻ 5 പേജ് നമ്പർ 76. Namida Enterprises has 2 partners, Ajay and Vijay. On 1st January 2016, Ajay had 2,50,000 in his capital and 28,000 credit in his current account. Capital account current account balance വന്നിട്ടുണ്ട്. കറണ്ട് അക്കൗണ്ട് തരുമ്പോൾ അവർ പ്രത്യേകം പറയുന്നുണ്ട് ക്രെഡിറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞു കറണ്ട് അക്കൗണ്ട് പലപ്പോഴും ഡെബിറ്റും കൂടാം. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഡ്രോയിങ്സൊക്കെ ഹെവി ഡ്രോയിങ്സ് വന്നാൽ ക്രെഡിറ്റ് സൈഡിനെ എക്സൈഡ് ചെയ്യുന്ന ഡ്രോയിങ്സ് വരാം. വളരെ കൂടുതൽ ഡ്രോയിങ്സ് ഉണ്ടെങ്കിൽ ഡെബിറ്റ്സ്, അപ്പോൾ ഡെബിറ്റ് സൈഡ് കൂടുക. അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ ക്രെഡിറ്റ് ബാലൻസ് തന്നെയാണ്. അപ്പോൾ ഓപ്പണിംഗ് ബാലൻസ് എഴുതണം. അജയുടെ ഓപ്പണിംഗ് ബാലൻസ് എഴുതുമ്പോൾ ക്യാപിറ്റൽ 2,50,000, അയാളുടെ കറണ്ട് അക്കൗണ്ട് 28,000. ഡ്രോയിങ്സ് ഓഫ് അജയ്
ഡ്യൂറിങ് ദി ഇയർ 45,000 വന്നിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ അക്കൗണ്ട്. ഇതിൽ ചോദിച്ചിട്ടുള്ളത് ഷോ ദ കറണ്ട് അക്കൗണ്ട് ഓഫ് അജയ് എന്നാണ്. അപ്പോൾ അജയുടെ കറണ്ട് അക്കൗണ്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് അജയുടെ ഡീറ്റെയിൽസ് മാത്രം തന്നിട്ടുള്ളത്. 45,000 ഉണ്ട്, അത് അദ്ദേഹത്തിൻ്റെ ക്യാപിറ്റൽ ഡെബിറ്റ് ചെയ്യുക. അജയ് ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 15,000 ഫോർ ദി ഇയർ എൻഡഡ്. സാലറി ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുക. ഒറ്റ കറണ്ട് അക്കൗണ്ടേ ഉള്ളൂ, ഒറ്റ അക്കൗണ്ട് വരച്ചാൽ മതി. രണ്ടും വേണം, ക്യാപിറ്റൽ അക്കൗണ്ട് ഇല്ല, ഇതിൽ കറണ്ട് അക്കൗണ്ട് മാത്രമേ ചോദിച്ചുള്ളൂ. ഓൺലി യു ഹാവ് ടു പ്രിപ്പയർ കറണ്ട് അക്കൗണ്ട്. ആൻഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%. അത് ക്യാപിറ്റൽ അക്കൗണ്ടിൻ്റെ ബാലൻസിന്മേ കാണും. ക്യാപിറ്റൽ അക്കൗണ്ട് ഹാസ് എ ഷോ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് 2,50,000. അതിൻ്റെ 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പിന്നെ സാലറി, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. പ്രോഫിറ്റ് ഓഫ് ദ ഫേം ഡ്യൂറിങ് ദി ഇയർ വേർ 90,000. പ്രോഫിറ്റ് അത് ഫേമിൻ്റെ ആണ്. അതിൽ ഇയാളുടെ ഷെയർ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന അജയുടെ കറണ്ട് അക്കൗണ്ട്. അപ്പോൾ അജയുടെ ഷെയർ എത്രയാണെന്ന് കണക്കാക്കിയിട്ട് അത് ക്രെഡിറ്റ് ചെയ്യണം. നമിത എൻ്റർപ്രൈസിലെ 2 പാർട്ട്നേഴ്സിനെ പറഞ്ഞിട്ടുള്ളൂ. അവർ ബാലൻസ് തന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് ഓഫ് അജയ് പറഞ്ഞു, സാലറി തന്നു, ഇൻട്രസ്റ്റ് തന്നു. പ്രോഫിറ്റ് ഓഫ് ദ ഫേം 90,000. അപ്പോൾ അത് ഫേമിൻ്റെ ആണ്, ഷെയർ ചെയ്യണം. ഞാൻ നോക്കിയിരുന്നത് പാർട്ട്നേഴ്സിൻ്റെ പ്രൊഫഷൻ റേഷ്യോ അടുത്തതിൽ തന്നിട്ടുണ്ട്. പാർട്ട്നേഴ്സ് ഫോളോ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ്, അതുകൊണ്ടാണ് കറണ്ട് അക്കൗണ്ട് ചോദിക്കുന്നത്. ആൻഡ് ഷെയർ പ്രോഫിറ്റ്സ് ആൻഡ് ലോസസ് ഈക്വലി. അപ്പോൾ 90,000 ഫേമിൻ്റെ പ്രോഫിറ്റ്, അതിൻ്റെ പകുതി, ഹാഫ്. കാരണം 2 പാർട്ട്നേഴ്സാണ് ഈക്വൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ നേർപകുതി. അപ്പോൾ അത് ഷെയർ ഓഫ് പ്രോഫിറ്റ് ഇവിടെ എഴുതിയാൽ മതി. ബൈ പ്രോഫിറ്റ് ബ്രാക്കറ്റിൽ 90,000 ഇൻറ്റു 1:1 ഈക്വൽ എന്ന് പറയുമ്പോൾ, അപ്പോൾ 2 പാർട്ട്നേഴ്സ് അല്ലേ, അപ്പോൾ 1/2 അതെത്രയാണെന്ന് വെച്ചാൽ അത് എഴുതി ക്രെഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കറണ്ട് അക്കൗണ്ടായി. ഒരു പാർട്ട്ണറുടെ കറണ്ട് അക്കൗണ്ട് മാത്രം കാണിക്കുക, അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഈ പറഞ്ഞ ഐറ്റംസൊക്കെ വെച്ച് ഒരു കറണ്ട് അക്കൗണ്ട് കാണിക്കുക. ജസ്റ്റ് ഡയറക്റ്റായിട്ട് എൻ്റർ ചെയ്യാവുന്നേ ഉള്ളൂ. സോ ദാറ്റ് ഈസ് ഇലസ്ട്രേഷൻ 5, പേജ് നമ്പർ 76. ബുക്ക് എടുത്ത് വെച്ചാൽ ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണം ഇതൊക്കെ എൻ്റർ ചെയ്ത് പഠിക്കാൻ. അപ്പോൾ ഇത് വളരെ അധികം ശ്രദ്ധിച്ച് ഓരോ ഐറ്റംസും എടുത്തു വെച്ച് പ്രത്യേകിച്ച് ഏത് കാര്യം ചെയ്യുമ്പോഴും ബുക്കിൽ നോക്കുക, ഇതിൻ്റെ തിയറി ആസ്പെക്റ്റ് നോക്കുക, ഞാൻ പറഞ്ഞ ക്ലാസ്സുകൾ നോക്കുക. എന്നിട്ട് നിങ്ങൾക്ക് ക്ലിയർ ആവുന്നില്ലെങ്കിൽ ഉടനെ തന്നെ എന്നെ വിളിക്കുക, അപ്പോൾ എനിക്കത് പറഞ്ഞുതരാൻ പറ്റും. അങ്ങനെയാണ് നമ്മൾ ക്ലാസ്സുകൾ ഫോളോ ചെയ്ത് പോകേണ്ടത്. അത് പിന്നെ പിന്നേക്ക് വെക്കാതെ വെക്കുക. ഇനി അതിന് താഴെ അങ്ങനെ വേണം ഓരോ ക്വസ്റ്റ്യൻ ചെയ്യുമ്പോഴും. യു ക്യാൻ കോൾ മീ എനി നമ്പർ ഓഫ് ടൈം. അഥവാ ഞാൻ ബിസി ആണെങ്കിൽ തന്നെ ഞാൻ തിരിച്ച് നിങ്ങളെ വിളിക്കും. അങ്ങനെ പ്രോബ്ലംസ് അപ്പോൾ ക്ലിയർ ചെയ്ത്, ഇതുപോലെയുള്ള ചെറിയ ചെറിയ പ്രോബ്ലംസ് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇനി വരുന്ന ഭാഗങ്ങൾ അതിനനുസരിച്ചിട്ട് നമുക്ക് കൂടുതൽ ഹെവിയർ ആയിട്ടുള്ള പ്രോബ്ലംസ് വരുമ്പോൾ നമുക്ക് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാനും കൂടുതൽ സമയവും നമുക്ക് അവിടെ കിട്ടും. ഇത് ഫോളോ ചെയ്താൽ അത് ഫോളോ ചെയ്യാനും പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. ഇതിലുള്ള തിയറി വരുന്നത് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പലപ്പോഴും എക്സാമിനേഷൻ ചോദിക്കുന്ന ഒരു തിയറി ക്വസ്റ്റ്യനാണ്. അത് നല്ലോണം നോക്കണം. എന്താണ് ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റലും, അതിൽ എന്തൊക്കെ പോയിന്റുകളെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആ വ്യത്യാസം വരുന്നത്. അത് എഴുതിയാൽ നമുക്ക് അതിൻ്റെ ഡിഫറൻസായി. ഓരോ പോയിന്റ് എഴുതി വെച്ചാൽ മാർക്കായി. ആദ്യത്തെ വ്യത്യാസം നമ്പർ ഓഫ് അക്കൗണ്ട്സിലാണ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആകുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടും ഉണ്ട്, കറണ്ട് അക്കൗണ്ടും ഉണ്ട്. അതാണ് പറയുന്നത് 2 അക്കൗണ്ട്സ്, നെയിംലി ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട്. ഇതിൽ ഒറ്റ അക്കൗണ്ടേ ഉള്ളൂ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. ഓൺലി എ സിംഗിൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ്. നാച്ചുറൽ എടുത്തു കഴിഞ്ഞാൽ റിമെയിൻസ് ഓൾമോസ്റ്റ് അൺആൾട്ടേഡ് ഫിക്സഡ് ക്യാപിറ്റൽ, മറ്റത് ഫ്ലക്ച്വേറ്റീവ്. ഇത് അൺആൾട്ടേഡ് എന്ന് പറയാൻ കാരണം ഫിക്സഡ് ആണ്, ഇതിന് ചേഞ്ച് വരില്ല. അടുത്ത കൊല്ലം സെയിം ബാലൻസ്, പിന്നത്തെ കൊല്ലം സെയിം ബാലൻസ്. ചേഞ്ച് വരാം, അത് വളരെ റെയർ ആയിട്ട്. അഡീഷണൽ ക്യാപിറ്റൽ വരുമ്പോൾ വീണ്ടും ബൈ ക്യാഷ് എന്ന് വരും. സോ ദാറ്റ് വിൽ നോട്ട് ഹാപ്പൻ എവരി ഇയർ. അത് വൺസ് ഇൻ എ വൈലാണ് അഡീഷണൽ ക്യാപിറ്റൽ വരിക. അതുപോലെ ഹ്യൂജ് വിഡ്രോവൽ ഫ്രം ക്യാപിറ്റൽ ഡയറക്ട്ലി, അത് റെഡ്യൂസ് ദ ക്യാപിറ്റൽ ഡെബിറ്റിൽ വരും. പക്ഷെ അതും ഇറ്റ് ഈസ് വെരി റെയർ. അപ്പോൾ അതർവൈസ് ഓൾ അതർ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ആർ ഡൺ ഇൻ ദ കറണ്ട് അക്കൗണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ. അപ്പോൾ കറണ്ട് അക്കൗണ്ടിലേ മാറ്റം വരുള്ളൂ. അതുകൊണ്ടാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. എല്ലാ ക്യാപിറ്റലിലും എല്ലാ അഡ്ജസ്റ്റ്മെൻറ്റ്സും വരുന്നതുകൊണ്ട് ക്യാപിറ്റൽ ബാലൻസ് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതാണ് അതിൽ മാറ്റം വരുന്നത് പറയുന്നത്. ഇനി അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്ന് പറയുമ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ലൈക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആർ മെയ്ഡ് ഇൻ കറണ്ട് അക്കൗണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലാണ് പറയുന്നത്. കറണ്ട് അക്കൗണ്ടിലാണ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഒക്കെ ചെയ്യുക, ക്യാപിറ്റൽ അക്കൗണ്ടിലൊന്നും വരില്ല. പക്ഷേ ഫ്ലക്ച്വേറ്റീവ് സിസ്റ്റം ആണെങ്കിൽ എല്ലാം ക്യാപിറ്റലാണ്. അപ്പോൾ അഡ്ജസ്റ്റ്മെൻറ്റ്സും ക്യാപിറ്റൽ അക്കൗണ്ടാണ്. മനസ്സിലായില്ലേ? അപ്പിയറൻസ് ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബോത്ത് ക്യാപിറ്റൽ ആൻഡ് കറണ്ട് അക്കൗണ്ട് അപ്പിയർ
ബാലൻസ് ഷീറ്റിൽ ക്യാപിറ്റൽ അക്കൗണ്ടും വരുന്നു, കറണ്ട് അക്കൗണ്ടും വരുന്നു. ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റം ആണെങ്കിൽ കറണ്ട് അക്കൗണ്ട് വരാനില്ല, ഒരൊറ്റ ക്യാപിറ്റൽ അക്കൗണ്ടേ ഉള്ളൂ. അപ്പോൾ ബാലൻസ് ഷീറ്റിൽ ഒരേ അക്കൗണ്ടേ വരുള്ളൂ, ദാറ്റ് ഈസ് ക്യാപിറ്റൽ. സ്പെസിഫിക് മെൻഷൻ എന്ന് പറയുന്ന പോയിന്റിൽ പറയുന്നത് ഇറ്റ് ഷുഡ് ബി സ്പെസിഫിക്കലി മെൻഷൻഡ് ഇൻ ദ പാർട്ട്ണർഷിപ്പ് ഡീഡ്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആണ് ഒരു ഫേം ഫോളോ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് പ്രത്യേകം പാർട്ട്ണർഷിപ്പ് ഡീഡിൽ പറഞ്ഞിരിക്കും. പാർട്ട്ണർഷിപ്പ് ഡീഡിൽ എല്ലാ വ്യവസ്ഥകളും ഉണ്ടാവും പാർട്ട്നേഴ്സിൻ്റെ. അതിൽ പ്രത്യേകം പറയണം ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡാണ് നമ്മളെ അക്കൗണ്ട്സിൽ ഫോളോ ചെയ്യുന്നത്. പ്രത്യേകം പറയാത്തോടത്തോളം കാലം എ സിംഗിൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഈസ് പ്രിപ്പയർഡ് അണ്ടർ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ. അതിന് പ്രത്യേകം പറയേണ്ട കാര്യമില്ല, പറഞ്ഞില്ലെങ്കിൽ അങ്ങനെയാണ് അനുമാനിക്കുക. അതേസമയത്ത് ഫിക്സഡ് ക്യാപിറ്റൽ വേണം, കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും മെയിൻറ്റെയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ പ്രത്യേകം പറഞ്ഞിരിക്കണം. പിന്നെ ക്രെഡിറ്റ് ബാലൻസ്, ഓൾവേസ് ഷോ ക്രെഡിറ്റ് ബാലൻസ്. ഏത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റൽ എപ്പോഴും ക്രെഡിറ്റ് ബാലൻസേ വരുള്ളൂ. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ക്രെഡിറ്റ് ബാലൻസേ ഉണ്ടാവുള്ളൂ. ഇവിടെ ഡെബിറ്റ് വരാവുന്നത് കറണ്ട് അക്കൗണ്ടിനാണ്. അതേസമയത്ത് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ, കാരണം ഇവിടെ ക്യാപിറ്റലിൽ ഡെബിറ്റിലൊന്നും വരാനില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, വളരെ അപൂർവമായിട്ടാണ് വിഡ്രോവൽ ഫ്രം ഔട്ട് ഓഫ് ക്യാപിറ്റൽ, അതുള്ളതിനേക്കാൾ കൂടുതൽ വിഡ്രോ ചെയ്യാനും പറ്റില്ല. പക്ഷേ ഫ്ലക്ച്വേറ്റിംഗ് സിസ്റ്റത്തിൽ ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ടേ ഉള്ളൂ. അപ്പം അതിൽ പല ഐറ്റംസും വരുന്നുണ്ട് ഡെബിറ്റ് സൈഡിൽ. ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ലോസ്, ഇതെല്ലാം ക്യാപിറ്റലാണ് വരുന്നത്. അപ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ട് ഡെബിറ്റ് സൈഡ് ഹെവിയർ ആവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പറയണത് മേ ഷോ ഡെബിറ്റ് ബാലൻസ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ബേസിക് ഡിഫറൻസസ് ബിറ്റ്വീൻ ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ആൻഡ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. പിന്നെ അതിന് താഴെ ഡ്രോയിങ്സ് അക്കൗണ്ടിനെ കുറിച്ച് പറയുന്നു. അതായത് ഡ്രോയിങ്സ് അക്കൗണ്ട് ഈസ് എ പേഴ്സണൽ അക്കൗണ്ട് വിച്ച് ഷോസ് ദ വിഡ്രോവൽ ബൈ എ പാർട്ട്ണർ ഇൻ ദ ഫോം ഓഫ് മണി ഓർ മണീസ് വർത്ത്. അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക, എന്താണ് ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. പേഴ്സണൽ ആവശ്യത്തിന് ഓരോ പാർട്ട്നേഴ്സും വിഡ്രോ ചെയ്യുന്ന എമൗണ്ടാണ്. അത് ക്യാപിറ്റലിനെ റിഡ്യൂസ് ചെയ്യുന്നു, അതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവർ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അടുത്തതിൽ PNL അപ്രോപ്രിയേഷൻ അക്കൗണ്ട് പ്രിപ്പറേഷനാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നമുക്ക് നോക്കാവുന്നതാണ്. പക്ഷെ അതിന് മുമ്പായിട്ട് ഇതിൽ ബാക്ക് സൈഡിൽ ഇതിൻ്റെ എക്സസൈസ് വരുന്ന സ്ഥലത്ത് നമുക്ക് ഈ ക്യാപിറ്റൽ അക്കൗണ്ട്സിൻ്റെ പ്രിപ്പറേഷൻ പറയുന്നുണ്ട്. ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെയും ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിലെയും പ്രോബ്ലംസ് ഉണ്ട്. ഇത് നിങ്ങൾ അസൈൻമെൻ്റായിട്ട് ചെയ്യേണ്ടതാണ്. ഈ അസൈൻമെൻറ്റ് തരുന്നത് എല്ലാ പ്രോബ്ലംസും ഇവിടെ എഴുതുക, അത് നിങ്ങൾ പകർത്തി വയ്ക്കുക. അതൊരിക്കലും നമുക്ക് അക്കൗണ്ടൻസിയിൽ മുന്നോട്ട് നിങ്ങൾ നയിക്കുമ്പോൾ നിങ്ങൾക്ക് വെറുതെ അത് പകർത്തി വെച്ച് എഴുതാമെന്നല്ലാതെ, അത് ആവർത്തിക്കുക എന്നുള്ളതല്ലാതെ അതിനെക്കുറിച്ച് ചിന്തിച്ച് എഴുതുക. പരീക്ഷയ്ക്ക് വരുമ്പോൾ ഒരു പുതിയ ക്വസ്റ്റ്യൻ വരുമ്പോൾ അതിലെ പോയിൻറ്റ്സ് വായിച്ച് മനസ്സിലാക്കി അതെങ്ങനെ എന്താ ചെയ്യുക, എവിടെയാണ് എഴുതുക, ഓരോ അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യുക. ഇനിയിപ്പോൾ അടുത്ത അഡ്മിഷനൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ അതിൽ എൻട്രികൾ, കാര്യങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആലോചിച്ച് എഴുതണം. അപ്പോൾ അതാണ് ദാറ്റ് ഡെവലപ്സ് അവർ സെൽഫ് കോൺഫിഡൻസ്. അങ്ങനെയാണ് നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുക. അങ്ങനെയാണ് നമുക്ക് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുക. സ്പീഡ് റെഗുലേറ്റ് ചെയ്ത് സ്പീഡ് നമുക്ക് കൂട്ടിക്കൊണ്ടുവന്ന് കൂടുതൽ പ്രോബ്ലംസ് കറക്റ്റ് സമയത്തിനുള്ളിൽ ചെയ്ത് മാക്സിമം മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് അസൈൻമെൻറ്റ്സ് നിർബന്ധമായും ചെയ്ത് അതിലെ ഡൗട്ട്സും ചോദിച്ച് ക്ലിയർ ചെയ്ത് പറഞ്ഞത്. അതുകൊണ്ടാണ് ഇതൊക്കെ അസൈൻമെൻറ്റായിട്ട് ചെയ്ത് തരുന്നത്. അല്ലാതെ ബോർഡിൽ എഴുതുക, അത് പകർത്തുക ഒന്നുമില്ല. ജസ്റ്റ് ഐ ക്യാൻ ഷോ സം മോഡൽസ് ഓൺലി. മനസ്സിലായില്ലേ? അതിൽ എന്ത് ചെയ്യുമ്പോഴും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ വിളിക്കാം, അത് മാറ്റി വയ്ക്കുകയും ചെയ്യരുത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഇതിലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 2-3 പ്രോബ്ലംസും കൂടി ഞാൻ ഇതിലെ എല്ലാ പ്രോബ്ലംസും നമുക്ക് ചെയ്യാം. അതിലെ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിലെ എല്ലാ പ്രോബ്ലംസും അടുത്ത ദിവസത്തേക്ക് അസൈൻമെൻറ്റ്സ് ആക്കി വയ്ക്കണം. നിങ്ങളത് തിരിച്ച് സംശയങ്ങളോ കാര്യങ്ങളോ ചോദിച്ചില്ല, നിങ്ങൾ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമാകും. പിന്നെ വീണ്ടും അത് ഇവിടെ നമ്മൾ ചെയ്യുന്ന പ്രശ്നം വരുന്നില്ല. അപ്പം നിങ്ങളത് അതിൻ്റെ ഫീഡ്ബാക്ക് എനിക്ക് നിങ്ങൾ തരണം. അതുകൊണ്ടാണ് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നത്. അപ്പോൾ ഇതിൽ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ 8, 9, 10 ഇത് 3 ഫ്ലക്ച്വേറ്റിംഗ് ആണ്. അത് നോക്കുക. ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം.
പുതുതായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല. എ പാർട്ടേഴ്സ് ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ് വാസ് 35,000 ഓപ്പണിംഗ് ബാലൻസ് ആണ്. വിച്ച് ക്യാരീസ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 10%, അതിന് 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,000, അതിൽ ഷെയർ തന്നിട്ടുണ്ട്, ഇനി അത് ഡിവൈഡ് ചെയ്യും കൂടി വേണ്ട. ദാറ്റ് പ്രോഫിറ്റ് ഗോസ് ടു ദാറ്റ് പാർട്ട്ണർ, അപ്പോൾ അത് ആ പാർട്ട്ണർക്ക് ഉള്ളതാണ്. വിഡ്രോവൽ മെയ്ഡ് ബൈ ഹിം ഡ്യൂറിംഗ് ദി ഇയർ 3,500, ദാറ്റ് ഈസ് ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 475. ഫൈൻഡ് ഔട്ട് ഹിസ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, ക്ലോസിംഗ് ക്യാപിറ്റൽ കണ്ടുപിടിക്കണം. മനസ്സിലായി? ഫൈൻഡ് ഔട്ട് എന്ന് പറയുമ്പോൾ ക്യാപിറ്റൽ അക്കൗണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് ഓപ്പണിംഗ് ക്യാപിറ്റൽ എഴുതാം. ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് ഒക്കെയാണ് ഈ ക്രെഡിറ്റ് സൈഡിൽ വരുന്നത്, അതൊക്കെ ആഡ് ചെയ്ത് എഴുതിയാൽ മതി. അപ്പോൾ ഓപ്പണിംഗ് ക്യാപിറ്റൽ 35,000 അതെഴുതുക. ആഡ് എന്താണ്? 10% ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നിങ്ങൾ ജസ്റ്റ് ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെ വരച്ച് ചെയ്യേണ്ട കാര്യമുള്ളൂ. അക്കൗണ്ടിൻ്റെ പ്രിപ്പറേഷൻ അവർ ചോദിക്കുന്നില്ല, അപ്പോൾ അതുകൊണ്ട് അക്കൗണ്ട് ചെയ്യേണ്ട കാര്യമില്ല എന്നർത്ഥം. പ്രിപ്പയർ അക്കൗണ്ട് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ചെയ്യേണ്ട കാര്യമുള്ളൂ. അപ്പോൾ ഫൈൻഡ് ഔട്ട് ഹിസ് ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ജസ്റ്റ് യു പ്രിപ്പയർ ഇറ്റ് ആസ് എ സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലായില്ലേ? കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് എഴുതുക. കാൽക്കുലേഷൻ ഓഫ് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ്, അല്ലെങ്കിൽ ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് എഴുതാം. അതിന് ഒറ്റ വാക്കിൽ എഴുതുകയാണെങ്കിൽ അവർ ചോദിച്ചുള്ളത് ക്യാപിറ്റൽ അറ്റ് ദ എൻഡ് എന്നാണ്. ഒരു എമൗണ്ട് കോളം വരയ്ക്കുക, ഒരു പർട്ടിക്കുലർ കോളം. അതാണ് അതിൻ്റെ സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ ആയിട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്. ഇത് പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, പർട്ടിക്കുലേഴ്സ്, എമൗണ്ട്, അതിൽ ഓപ്പണിംഗ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. സോ ക്യാപിറ്റൽ അറ്റ് ദ ബിഗിനിങ്, ദിസ് ഈസ് ഓപ്പണിംഗ് ക്യാപിറ്റൽ, ദറ്റ് ഈസ് 35,000. വിച്ച് ക്യാരി ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇൻക്രീസ് ചെയ്യുന്ന ഐറ്റംസ് നമ്മൾ ക്യാപിറ്റൽ ക്രെഡിറ്റ് ചെയ്യുന്നത് അത് ആഡ് ചെയ്യുക. ആഡ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. എത്രയാണ്? 10% എന്ന് പറയുന്നത് 35,000-ൻ്റെ 10%. സോ ദാറ്റ് ഈസ് 3,500. ഹിസ് ഷെയർ ഓഫ് പ്രോഫിറ്റ് 8,000. സോ അഗൈൻ ആഡ് പ്രോഫിറ്റ് 8,000. വിഡ്രോവൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇത് രണ്ടും കുറയ്ക്കേണ്ട ഐറ്റംസ് ആണ്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 46,500 ലെസ് ഡ്രോയിങ്സ്. ഡ്രോയിങ്സ് എത്രയാണെന്നുള്ളത് 3,500. അത് ഇവിടെ എഴുതാൻ കാരണം നമുക്ക് ഒരൈറ്റവും കൂടി ഉണ്ട് കുറയ്ക്കാൻ, ദാറ്റ് ഈസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് 475 മൈനസ് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, ഇറ്റ് ഈസ് 475. സോ 3,975. ഇത് ഡിഡക്റ്റ് ചെയ്യുമ്പോൾ 42,525. This is the capital at the end. Capital at the end or closing capital. അക്കൗണ്ടിൽ ചെയ്തത് ആഡ് ലെസ് ചെയ്തൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് ചെയ്തു ധരിച്ചോളൂ. അവർ ചോദിച്ചിട്ടില്ല അങ്ങനെ പ്രത്യേകം, അതുകൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതേപോലെ 9ഉം 10ഉം ചെയ്യുക. ഷോ ഹൗ ദ ഫോളോയിങ് വിൽ ബി റെക്കോർഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അപ്പോൾ യു ഹാവ് ടു പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട് ഓഫ് സാജൻ ആൻഡ് മധു, 2 പാർട്ട്നേഴ്സ്. അവരുടെ ക്യാപിറ്റൽ ഫ്ലക്ച്വേറ്റിംഗ് എന്ന് പറയുമ്പോൾ ഒറ്റ ക്യാപിറ്റൽ അക്കൗണ്ട് ചെയ്താൽ മതി.
കറണ്ട് അക്കൗണ്ടും ക്യാപിറ്റൽ അക്കൗണ്ടും വേണ്ട. ഒരു ക്യാപിറ്റൽ അക്കൗണ്ട് വരയ്ക്കുക. ഈ 2 കോളം, 2 പാർട്ട്നേഴ്സ്, ക്യാപിറ്റൽ ഓൺ 1st January ഓപ്പണിംഗ് ബാലൻസ്, ഡ്രോയിങ്സ്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ്, പ്രോഫിറ്റ് ഷെയർ, സാലറി, കമ്മീഷൻ. ഓരോരുത്തർക്ക് ഈ നമ്മൾ പറഞ്ഞ ഐറ്റംസ് തന്നെയുള്ളൂ. അത് ക്രെഡിറ്റ് ചെയ്യേണ്ടതും ഡെബിറ്റ് ചെയ്യേണ്ടതും ചെയ്യുക. ജസ്റ്റ് ബാലൻസ് ചെയ്യുക. മേക്ക് ഷുവർ യു ഗെറ്റ് ദ കറക്റ്റ് ബാലൻസ്. ബാലൻസ് കിട്ടുന്നില്ല, ഐറ്റം കൺഫ്യൂസിങ് ആണെങ്കിൽ വിളിക്കുക, ക്ലിയർ ചെയ്യുക, പ്രോബ്ലം ഫിനിഷ് ചെയ്യുക. 10ാമത്തെ റോൺ ആൻഡ് ഡോൺ ആർ ട്രേഡിംഗ് ഇൻ പാർട്ട്ണർഷിപ്പ് ആസ് റോഡ് ആൻഡ് ട്രേഡേഴ്സ്. അത് ഫെയർ നെയിമാണ്. പ്രോഫിറ്റ്സ് ആർ ഷെയർഡ് ഇൻ ദ റേഷ്യോ 2/3 and 1/3 എന്ന് പറഞ്ഞാൽ 2:1 റേഷ്യോയിൽ. ഫ്രം ദ പർട്ടിക്കുലേഴ്സ് ഗിവൺ ബിലോ പ്രിപ്പയർ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ്. റോൺ ബാലൻസ് ഓഫ് ക്യാപിറ്റൽ വന്നിട്ടുണ്ട്. ഡോൺ ദിസ് ഇസ് ദ ഓപ്പണിംഗ് ബാലൻസ്. ഡ്രോയിങ്സ് വന്നിട്ടുണ്ട്. ഡ്രോയിങ്സ് ഓരോരുത്തരുടെയും ഡേറ്റ് വെച്ച് വന്നിട്ടുണ്ട്. നമ്മളതെല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞാൽ, എല്ലാ ഡേറ്റിലെയും കൂടി കൂട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോരുത്തരുടെ ഡ്രോയിങ്സ് ആയി. നിങ്ങളത് 3ഉം കൂടി കൂട്ടി എടുത്താൽ മതി. ഡോൺ ഡ്രോയിങ്സ് 1st March, 1st September. ഗുഡ്സ് ഡ്രോൺ തന്നിട്ടുണ്ട്. ഗുഡ്സ് ആയാലും ഡ്രോയിങ്സ് തന്നെയാണ്. എല്ലാ ഡേറ്റിലുള്ള ഡ്രോയിങ്സ് എല്ലാം കൂടി കൂട്ടിക്കഴിഞ്ഞിട്ട് ടോട്ടലായിട്ട് ഡ്രോയിങ്സ് എന്ന് പറഞ്ഞ് ക്യാപിറ്റൽ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്താൽ മതി. ഫ്ലക്ച്വേറ്റിംഗ് ആണ് ഒരു ക്യാപിറ്റൽ അക്കൗണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ടു 5% ഈസ് അലൗഡ് ഓൺ ക്യാപിറ്റൽ. അപ്പോൾ ക്യാപിറ്റലിൻ്റെ ഓപ്പണിംഗ് ബാലൻസ് ഉണ്ട്, അതിൻ്റെ 5% ആണ്, അത് ക്രെഡിറ്റ് ചെയ്യുക. ആൻഡ് ചാർജ് ഓൺ ഡ്രോയിങ്സ്. ഡ്രോയിങ്സിന്മേലും 5% ഉണ്ട്. പക്ഷേ ഡ്രോയിങ്സിന്മേൽ കാണുമ്പോൾ ഇതുപോലെ ഡേറ്റ് വന്നിട്ടുണ്ട് ഓരോ ഡ്രോയിങ്സിനും. അപ്പോൾ ഇൻട്രസ്റ്റ് ജനറലി 5% കണ്ടാൽ പോരാ. ഡ്രോയിങ്സ് എഴുതുമ്പോൾ ടോട്ടൽ ഡ്രോയിങ്സ് ഡെബിറ്റ് ചെയ്യാം. ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഓരോന്നിനും കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ റോണിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ 1st April 2000 ഉണ്ട്. അക്കൗണ്ട് ക്ലോസ് ചെയ്യുന്ന ക്യാപിറ്റൽ അക്കൗണ്ട് സെസ് ഓൺ 31st December 2004 ആണ്. എപ്പോഴും ആദ്യം ക്ലോസിംഗ് ഡേറ്റ് നോക്കണം. ക്വസ്റ്റനിൽ പറഞ്ഞില്ല 31st December 2014. അപ്പോൾ 2014 31st December. April 1 ആദ്യത്തെ ഡ്രോയിങ്സ്. അപ്പോൾ അതിന് April 1 തൊട്ട് December വരെ 9 മാസത്തേക്ക് കാണണം. പിന്നെ July 3, അപ്പോൾ അതിന് 6 മാസത്തേക്ക് കാണണം. പിന്നത്തെ സെപ്റ്റംബറിലാണ്. അപ്പോൾ September, October, November, December 4 മാസത്തേക്ക് കാണണം. അങ്ങനെ 3 കാൽക്കുലേഷൻ ചെയ്യണം. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എല്ലാം കൂടി കൂട്ടി ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ആയി അയാളുടെ. എന്നിട്ട് ഒരുമിച്ച് അക്കൗണ്ടിൽ എഴുതിയാൽ മതി. കാൽക്കുലേഷൻ സെപ്പറേറ്റ് കാണിക്കണം. അതുപോലെ ഡോണിൻ്റെ 1st March, 1st September. ഗുഡ്സ് എടുത്തിട്ടുള്ളത് 31st December തന്നെയാണ്. അപ്പോൾ പിന്നെ അതിന് ഇൻട്രസ്റ്റ് ഇല്ല. ബാക്കി 2 ഇൻട്രസ്റ്റ് കാണണം. അപ്പോൾ അത് ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് കിട്ടി. അതും എടുക്കുക. പിന്നെ ഡോണിന് സാലറി ഉണ്ട്. അത് 2500 per annum ആണ്. അപ്പോൾ ഇയർലി നേരിട്ട് എടുത്താൽ മതി. പ്രോഫിറ്റ് ബിഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഫോർ സാലറി ബട്ട് ആഫ്റ്റർ ഇൻട്രസ്റ്റ് വാസ് 30,500. എന്താണ് പറയണത്? പ്രോഫിറ്റ് ബിഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഓഫ് സാലറി. ഇവിടെ ഇപ്പോൾ 2 കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? പ്രോഫിറ്റ് ഷെയർഡ് ഈക്വലി എന്ന് പറയുന്നുണ്ട്. ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ 5%, ഡ്രോയിങ്സിൻ്റെ ഇൻട്രസ്റ്റ്, ഡോൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി. ഈ ഇൻട്രസ്റ്റും സാലറിയും ബിഫോർ മേക്കിംഗ് അഡ്ജസ്റ്റ്മെൻറ്റ് ഫോർ സാലറി ബട്ട് ആഫ്റ്റർ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് കണക്കാക്കിയതിന് ശേഷമുള്ള പ്രോഫിറ്റാണ് തന്നിട്ടുള്ളത്. ആഫ്റ്റർ ഓൾ അഡ്ജസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നില്ല, ആഫ്റ്റർ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ, ബട്ട് ബിഫോർ സാലറിയാണ്. അതിൻ്റെ അർത്ഥം എന്താ? ഈ തന്നിട്ടുള്ള 30,500-ൽ സാലറി ഉൾപ്പെട്ടിട്ടുണ്ട്. അതിന് സാലറി എടുക്കുന്നതിന് മുമ്പുള്ള പ്രോഫിറ്റാണ്. അതിന് ശേഷമുള്ള പ്രോഫിറ്റ് ഡിവിസിബിൾ പ്രോഫിറ്റ് ആവുള്ളൂ. അപ്പോൾ അബദ്ധം പറ്റരുത്. 30,500 കയറി ഷെയർ ചെയ്യരുത്. 30,500-ൽ സാലറി ഉണ്ട്. എത്രയാണ് സാലറി? ഡോൺ ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ സാലറി ഓഫ് 2,500 സാലറി ഉണ്ട്. അപ്പോൾ 30,500 മൈനസ് 2,500. അപ്പോഴാണ് സാലറി പ്രോഫിറ്റ് ആഫ്റ്റർ സാലറി കിട്ടുക. അതാണ് ഷെയർ ചെയ്തെടുക്കേണ്ടത്. അതാണ് ഡിവിസിബിൾ പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ 30,500 മൈനസ് 2,500. എന്തുകൊണ്ട് ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുന്നില്ല? കാരണം ഇറ്റ് ഈസ് ആഫ്റ്റർ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് ഒക്കെ കൺസിഡർ ചെയ്തിട്ട് അതൊക്കെ മാറ്റി വെച്ചിട്ടുള്ള ഇൻട്രസ്റ്റ് ആണ്, പ്രോഫിറ്റാണ്. പക്ഷെ സാലറി മാറ്റിയിട്ടില്ല, അതാണ് ബിഫോർ. അപ്പോൾ അതുകൊണ്ട് അതും കൂടി മാറ്റി വെച്ചിട്ട് അതും കൂടി അതിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ബാക്കിയുള്ള പ്രോഫിറ്റ്
പാർട്ട്നേഴ്സിന് വീതിക്കാൻ എടുക്കാൻ പാടുള്ളൂ. സോ ദാറ്റ് ഈസ് വാട്ട് വി കോൾ ഡിവിസിബിൾ പ്രോഫിറ്റ്. അതുകൊണ്ട് ഡിവിസിബിൾ പ്രോഫിറ്റ് 30,500 മൈനസ് 2,500, ദാറ്റ് ഈസ് 28,000 ആണ് പ്രോഫിറ്റ്. ആ പ്രോഫിറ്റിനെ വേണം നിങ്ങൾ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയിൽ വീതിച്ചിട്ട് ഓരോ പാർട്ട്നേഴ്സിനും ക്രെഡിറ്റ് ചെയ്യാൻ. അങ്ങനെ ഒരു കാര്യം കൂടി ഇതിലുണ്ട്. ഈ കാൽക്കുലേഷൻ വരുന്ന എല്ലാം വർക്കിംഗ് നോട്ടിൽ വ്യക്തമായിട്ട് കാണിക്കണം. കാരണം എക്സാമിനർ നോക്കുമ്പോൾ ആ കാൽക്കുലേഷൻസ് ഷീറ്റിലുണ്ടാവണം. അത് നിങ്ങൾ കാൽക്കുലേറ്ററിൽ ഉപയോഗിക്കാൻ പറ്റാവുന്നവരാണെങ്കിൽ കാൽക്കുലേറ്ററിൽ കൂട്ടിയിട്ടോ അല്ലാതെയോ മനസ്സിൽ കണ്ടിട്ടോ, മിടുക്കന്മാരും മിടുക്കത്തിലും ചിലപ്പോൾ മനസ്സിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് കാര്യമില്ല. പേപ്പറിലുണ്ടെങ്കിലാണ് മാർക്ക് കിട്ടുക, അല്ലെങ്കിൽ അവർക്ക് മാർക്ക് കുറയ്ക്കാം. അപ്പോൾ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചിട്ട് കാൽക്കുലേഷൻസൊക്കെ വളരെ വ്യക്തമായിട്ട് കാണിച്ച് ഇതുപോലെ ഒരു ഷീറ്റിൽ പ്രോബ്ലത്തിന് ശേഷമോ അല്ലെങ്കിൽ സൈഡിലൊക്കെ ആയിട്ട് സ്ഥലം പ്രൊവൈഡ് ചെയ്ത് കാണിച്ച് കാൽക്കുലേഷൻ കാണിച്ച് നിങ്ങൾക്ക് പിന്നീട് നോക്കുമ്പോഴും മനസ്സിലാവും ഇതെങ്ങനെയാണ് ഈ ഫിഗർ കിട്ടിയത് എന്നുള്ളത്. കാരണം ക്വസ്റ്റ്യനിൽ 30,500 ഉണ്ട്, നമ്മൾ ഷെയർ ചെയ്യുന്നത് 28,000 അപ്പോൾ ഹൗ ഇത് വന്നു, ഹൗ ഇറ്റ് ഹാസ് ബിക്കം 28,000. ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കാണിച്ചാൽ പിന്നീട് എത്ര വർഷം കഴിഞ്ഞിട്ട് നോക്കിയാലും നമുക്ക്, അല്ലെങ്കിൽ എത്ര മാസങ്ങൾ കഴിഞ്ഞിട്ട് നോക്കിയാലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻസ് വളരെ വ്യക്തമായിട്ട് കാണണം. അപ്പോൾ അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക. കാരണം ഞാനിത് കോൺടാക്ട് ക്ലാസ്സിൽ ഞാനിതൊക്കെ ബുക്കിൽ നോക്കും. അപ്പോൾ അത് അവിടെ ഉണ്ടായിരിക്കണം. അപ്പോൾ അത് നിർബന്ധമായിട്ടും അതിൽ ചെയ്യാം. അപ്പോൾ അതാണ് ആ ക്വസ്റ്റ്യൻ. 8, 9, 10 അല്ലേ പറഞ്ഞത്? അതെ. അപ്പോൾ ഇത്രയും ചെയ്യുക. ഇനി ഇതിൽ വരുന്ന ഇതേ സിമിലർ പ്രോബ്ലംസ് ആണ്. അത് 11 തൊട്ടുള്ളത് നമുക്ക് ഫിക്സഡ് ക്യാപിറ്റലും ഫ്ലക്ച്വേറ്റ് ക്യാപിറ്റലും എല്ലാം കൂടി ഉള്ളതുകൊണ്ട് ഫിക്സഡ് ക്യാപിറ്റൽ മാത്രം ഉള്ളതുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് തീർത്ത് പ്രോഫിറ്റ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഈ മിസ്ലേനിയസ് ആയിട്ടുള്ള ചില അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്ന ചില ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഉള്ള ചെറിയ ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ എന്താ പറയുക, പാസ്റ്റ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് കഴിഞ്ഞാൽ പിന്നെ ഈ PL അക്കൗണ്ട് അപ്രോപ്രിയേഷൻ, PL അപ്രോപ്രിയേഷൻ അക്കൗണ്ടിൻ്റെ പഠിക്കാനുണ്ട്. സിംപ്ലി ജസ്റ്റ് ഇത് ഡിവിസിബിൾ പ്രോഫിറ്റ് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ പറഞ്ഞില്ലേ 30,500 2,500 മൈനസ് ചെയ്ത് ബാക്കി 28,000. മൈനസ് ചെയ്യുന്നതിന് പകരം അത് പ്രോഫിറ്റ് ലോസ് അക്കൗണ്ടിൽ പ്രിപ്പയർ ചെയ്ത് കണ്ടുപിടിച്ച് ഡിവൈഡ് ചെയ്ത് കാണിക്കുക. എന്നിട്ട് അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് ക്യാപിറ്റൽ അക്കൗണ്ട് പ്രിപ്പയർ. ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് വരുന്നത്. അപ്പോൾ ഇത് നല്ലവണ്ണം ചെയ്ത് പഠിച്ച് ഇതിലുള്ള സംശയങ്ങൾ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിയുള്ളതും നമുക്ക് പെട്ടെന്ന് അസൈൻമെൻറ്റ്സ് ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അടുത്ത പോയിന്റിലേക്ക് കിടക്കാൻ പറ്റും. അങ്ങനെ നിങ്ങൾ കുറച്ചും കൂടി ഈ പ്രോബ്ലംസ് കൂടുതൽ വർക്കൗട്ട് ചെയ്യാൻ തയ്യാറാവണം. മനസ്സിലായില്ല? അങ്ങനെയാണ്. കാരണം ഡെയിലിയോ അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിലോ ക്ലാസ്സുകളില്ല. ഈ ക്ലാസ്സുകൾ കിട്ടുന്നത് കൂടുതൽ പ്രോബ്ലം ചെയ്യാനുള്ള സമയമായിട്ട് നമ്മൾ എടുത്താലേ നമുക്കിത് ചെയ്യാൻ പറ്റും. മനസ്സിലല്ലേ? ബാക്കി അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും വിളിക്കാൻ മറക്കരുത്. നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി അല്ലാതെ വെറുതെ പകർത്തി വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും, അല്ലെങ്കിൽ ഈ അസൈൻമെൻറ്റ്സ് തരുന്നത് മിണ്ടാതെ വെച്ച് കഴിഞ്ഞാൽ ഓൺലൈൻ ക്ലാസ്സാണ് ആരും അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങളെ തന്നെ ബാധിക്കും ദോഷമായിട്ട്. എല്ലാം ബോർഡിൽ കോപ്പി ചെയ്ത് അതങ്ങനെ നിങ്ങൾ പകർത്തി വെച്ചുകൊണ്ട് കാര്യമില്ല. അങ്ങനെ ചെയ്യാനായിട്ട് പ്രാക്ടിക്കലായിട്ട് അത് സാധ്യമല്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോൾ ഏത് ഡൗട്ട്സ് വേണമെന്നുണ്ടെങ്കിലും വിളിച്ച് ചോദിച്ച് കാര്യങ്ങൾ പെർഫെക്റ്റായിട്ട് മനസ്സിലാക്കി ചെയ്യുക. ദാറ്റ്സ് ഓൾ.